ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജിസ് നോളജ് അപ്പ്. ഞാൻ എം ജെ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +2 മാത്സിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ പാർട്ട് 8 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങാം. 3 ടൈപ്പ് ഫംഗ്ഷൻ ആണ്. 1 അഥവാ ഇൻജെക്റ്റീവ് ഫംഗ്ഷൻ, മറ്റൊന്ന് ഓൺ ടു അഥവാ സർജക്റ്റീവ് ഫംഗ്ഷൻ, ലാസ്റ്റ് ആയിട്ട് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. സിമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഷോർട്ട് ആയിട്ട് എഴുതിയിട്ടുണ്ട്. 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഒന്നാമത്തെ സെറ്റിലെ എലിമെന്റ്സ് എടുക്കുമ്പോൾ അവർക്കൊക്കെ ഡിഫറെന്റ് എന്തുണ്ടായിരിക്കണം, ഇമേജ് അപ്പുറത്തുണ്ടായിരിക്കണം. അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞത്, ഒന്നാമത്തെ സെറ്റിലെ എലിമെന്റ്സ് എടുക്കുമ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യണം, അപ്പുറത്ത് വ്യത്യസ്ത ഇമേജുകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ സെറ്റിലെ വ്യത്യസ്ത എലമെന്റുകൾക്ക് അപ്പുറത്ത് വ്യത്യസ്ത ഇമേജുകൾ. അതാണ് ഒരാൾക്ക് ഒന്ന്, അതായത് വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത എണ്ണം. മനസ്സിലായല്ലോ? ഒന്നിന്റെ ഇമേജ് എ ആണ്, രണ്ടിന്റെ ഇമേജ് ബി ആണ്, മൂന്നിന്റെ ഇമേജ് സി ആണ്. മനസ്സിലായല്ലോ? ഡിക്ക് ഇപ്പുറത്ത് പ്രീ ഇമേജ് ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സെറ്റ് ഇതാണ്. അതിൽ ഡിഫറെന്റ് എലമെന്റ്സ് ആരൊക്കെയാണ്? 1, 2, 3. ഇവരെല്ലാം വ്യത്യസ്ത എലമെന്റുകളാണ്. ഇവർക്കൊക്കെ വ്യത്യസ്ത ഇമേജ് തന്നെയല്ലേ ഉള്ളത്. ആർക്കെങ്കിലും സെയിം ഇമേജ് ഉണ്ടോ? ഇല്ല. ഒന്നിന്റെ ഇമേജ് എ, രണ്ടിന്റെ ഇമേജ് ബി, മൂന്നിന്റെ ഇമേജ് സി എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത ഇമേജ് ആണ്. ഇനി അഥവാ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ വരക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ എ എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ സെറ്റ് ഉണ്ട്, ഇവിടുന്ന് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ സെറ്റിൽ 1, 2, 3 ഉണ്ട്. ഇവിടെ എ ബി സി എന്ന് പറയുന്നതുണ്ട്. ഒന്നിൽ നിന്ന് എയിലേക്ക്, രണ്ടിൽ നിന്നും എയിലേക്ക്, മൂന്നിൽ നിന്ന് സിയിലേക്ക്. ഇത് 1 ആണ് നിങ്ങൾ പറഞ്ഞേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ സെറ്റില് 1, 2, 3 എന്ന് പറയുന്ന ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇവര് 3 പേരും ഡിഫറെന്റ്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ നോക്കുമ്പോൾ ഇവര് 3 പേരും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒന്നിൽ നിന്ന് എയിലേക്ക്, രണ്ടിൽ നിന്ന് എയിലേക്ക്, മൂന്നിൽ നിന്ന് സിയിലേക്ക് ഡിഫറെന്റ് എലമെന്റ്സ് ഒന്നാമത്തെ സെറ്റിലുള്ള ആൾക്കാർ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഡിഫറെന്റ് ഇമേജ് അപ്പുറത്ത് വേണം. ഇവിടെ നോക്കുമ്പോൾ ഒന്നിനും എ എന്ന് പറഞ്ഞ ആളാണ് ഇമേജ്, രണ്ടിന്റെ ഇമേജും എ എന്ന് പറയുമ്പോൾ ഒന്നും രണ്ടും വ്യത്യസ്ത എലമെന്റാ, പക്ഷെ അവർക്ക് രണ്ടുപേർക്കും സെയിം ഇമേജാ, വ്യത്യസ്ത ഇമേജ് അല്ല. അതുകൊണ്ട് ഇത് 1 അല്ല. 1 അല്ലാത്ത ആൾക്കാർ നമ്മൾ മിനി 1 എന്നാ വിളിക്കുന്നത്, പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ വ്യത്യസ്ത ആളുകൾ എടുക്കുമ്പോൾ വ്യത്യസ്ത ഇമേജ് വേണം, ഒരാൾക്ക് പോലും സെയിം ഇമേജ് പാടില്ല. മനസ്സിലായല്ലോ? ഇത് 1 ആണ്. ഇനി അതിന്റെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു? എഫ് ഓഫ് x1 ഈക്വൽസ് എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ 1 ആണെന്ന്, അല്ലെങ്കിൽ ഇൻജക്റ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നോക്കിയാണല്ലോ, കണ്ടീഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏതൊരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എടുത്താലും അവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ റിലേഷൻ ഇങ്ങനെയായിരിക്കും. ഇനി ഏതൊരു ഫംഗ്ഷനും ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് എന്ത് ഈ പറയുന്ന 1 ആണ് ചെക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി എന്താണ് ഓൺ ടു ഓർ സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത്രയേ ഉള്ളൂ. സർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സ് എടുക്കുമ്പോഴും അവർക്ക് ഇപ്പുറത്തൊരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്താ ഇമേജ്, എന്താ പ്രീ ഇമേജ് ഓൾറെഡി അറിയാം. ഒന്നാമത്തെ സെറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് ആരോ പോയാൽ ഈ ഒന്നാമത്തെ സെറ്റിലുള്ള ആളുകൾക്ക് രണ്ടാമത്തെ സെറ്റിലുള്ള ആള് ഇമേജും, തിരിച്ച് ഇവിടേക്കാണല്ലോ ആരോ എത്തിയത്, അങ്ങനെയെങ്കിൽ ഈ സെറ്റിലുള്ള ആൾക്ക് വന്ന സ്ഥലത്തുള്ള ആളുകൾ എന്തും പ്രീ ഇമേജുമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇമേജും, അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രീ ഇമേജും. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ രണ്ടാമത്തെ സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര എലമെന്റ്? എ ബി സി എന്ന് പറയുന്ന 3 എലമെന്റ് ആണുള്ളത്. ഇവർക്ക് എല്ലാവർക്കും എന്ത് വേണം? ഇപ്പുറത്തൊരു പ്രീ ഇമേജ് വേണം. എത്ര എന്ന് പറയുന്നില്ല, 1, 2, 3 ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഒറ്റൊന്നും ഒരിക്കലും ഞാൻ പറയുന്നില്ല, പ്രീ ഇമേജ് ഉണ്ടായാൽ മതി. മനസ്സിലായല്ലോ? എക്ക് പ്രീ ഇമേജ് ഉണ്ട്, കാരണം ഒന്നിൽ നിന്ന് എയിലേക്ക് വര വന്നതുകൊണ്ട് തന്നെ എയുടെ പ്രീ ഇമേജ് ആണ്. മനസ്സിലായല്ലോ? ബിക്ക് എത്ര പ്രീ ഇമേജ് ഉണ്ട്? 2 പ്രീ ഇമേജ് ഉണ്ട്. ആരൊക്കെയാണ്? 2ഉം 3ഉം. എത്ര ആണെന്നുള്ള പ്രശ്നം. ബിക്ക് പ്രീ ഇമേജ് ഉണ്ട്, കുഴപ്പമില്ലല്ലോ. സിക്ക് പ്രീ ഇമേജ് ഉണ്ടോ? സിക്ക് 4 നിന്നാണ് വര വന്നിട്ടുള്ളത്. സോ ആരോ വന്നിട്ടുള്ളത്, അത് കാരണം എന്താ, സിന്റെ പ്രീ ഇമേജ് ആണ് 4 എന്ന് പറയുമ്പോൾ ഈ സെറ്റ് എടുക്കുമ്പോൾ രണ്ടാമത്തെ സെറ്റിലെ എല്ലാവർക്കും എന്തുണ്ട്? ഒരു പ്രീ ഇമേജ് ഉണ്ട്. 1 ആണോ നോക്കാൻ, ഒന്നാമത്തെ സെറ്റിലെ ഡിഫറെന്റ് എലമെന്റുകൾക്ക് അവിടെ ഡിഫറെന്റ് ഇമേജ് ഉണ്ടോ നോക്കുക. ഓൺ ടു ആണ് ചെക്ക് ചെയ്യാൻ രണ്ടാമത്തെ സെറ്റിൽ ആളുകൾ എടുക്കുക, അവർക്ക് എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടോ നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? അതായത് ഫോർ എവരി, നമുക്കറിയാവുന്ന കാര്യമായിട്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സെറ്റിലെ എലമെന്റുകൾ നമ്മൾ സ്വാഭാവികമായിട്ടും എക്സ് എന്നും, രണ്ടാമത്തെ സെറ്റിലെ എലമെന്റുകൾ നമ്മൾ വൈ എന്ന് വിളിച്ചാല് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു എഫ് ഉണ്ട്, അങ്ങനെയെങ്കിൽ എക്സ് ഇങ്ങനെ വൈയിലേക്ക് മാപ്പ് ചെയ്യാണ് ഈ എഫ് കാണിക്കുകയും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യിപ്പിക്കുകയാണ്. എന്ന് പറയുമ്പോൾ ഈ എക്സിന്റെ മേലെ എഫ് എന്തോ ചെയ്തപ്പോഴാണ് നമുക്ക് വൈ കിട്ടിയുണ്ടെന്നുള്ളത് നമ്മൾ എഫ് ഓഫ് വൈ നമ്മൾ എപ്പോഴും എഫ് ഓഫ് എക്സ് എന്നൊക്കെ വിളിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജനറൽ മെത്തേഡ് വെച്ചുകൊണ്ട് നമുക്ക് ഈ സെറ്റിനെ അല്ലെങ്കിൽ ഓൺ ടു ഫംഗ്ഷൻ എങ്ങനെ പറയാം, ഫോർ എവരി വൈ ബിലോങ്സ് ടു ബി. നമ്മൾ രണ്ടാമത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും വൈ എന്നാ വിളിക്കുക. അപ്പൊ ഏതൊരു വൈ എടുത്താലും, അപ്പൊ രണ്ടാമത്തെ സെറ്റിൽ നിന്ന് ഏതൊരു എലമെന്റ് എടുത്താലും ദർ എക്സിസ്റ്റ്, അവിടെ എന്തുണ്ടായിരിക്കണം, ആ ഒരു എക്സ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ടായിരിക്കണം. എന്ന് പറയുമ്പോൾ എല്ലാ വൈക്കും ഒരു പ്രീമേജ് ഉണ്ടായിരിക്കണം, മനസ്സിലായല്ലോ. കാരണം വൈയുടെ പ്രീമേജ് ആരാ, എക്സ് ആണ്, മനസ്സിലായല്ലോ. അപ്പൊ ഏതൊരു വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് വേണം. ഏതുപോലെ, സച്ച് ദാറ്റ്, എങ്ങനെയാണ്, ആ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, അതായത് എഫ് ഓഫ് എക്സ് വൈ ആവുന്ന തരത്തിൽ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മളിപ്പോ പറഞ്ഞു എല്ലാ വൈക്കും ഒരു എക്സ് വേണം. അത് എങ്ങനത്തെ എക്സ് ആയിരിക്കണം, എക്സ് ആവുന്നതിന് പ്രത്യേക കണ്ടീഷൻ ഉണ്ട്. ഈ എക്സിൽ നിന്ന് വൈയിലേക്ക് ഇതുപോലെ ആരോ വരുന്ന വിധത്തിലുള്ള ഒരു വൈ ആയിരിക്കണം, മനസ്സിലായല്ലോ. അതാണ് ഈ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഈ വൈയിലേക്ക് ഇവിടെയുള്ള എക്സിൽ നിന്ന് ഒരു ആരോ വരുന്ന വിധത്തിലുള്ള വൈ ആയിരിക്കണം എന്ന്, ഇങ്ങനത്തെ ആയിരിക്കണം വൈയും എക്സും തമ്മിലുള്ള റിലേഷൻ, മനസ്സിലായല്ലോ. ഈ ആരോ അവിടെ നിന്ന് വരണം, മനസ്സിലായല്ലോ. അതാണ് ഈ ഫോർ എവരി വൈ ബിലോങ്സ് ടു ബി. ഏതൊരു വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വേണം, മനസ്സിലായല്ലോ. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ വൈയിലേക്കും ഒരു എന്ത് ചെയ്യണം, ഞാൻ ഇപ്പൊ പറഞ്ഞ എന്താണ് ഓൺ ടു കണ്ടീഷൻ, എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ടാവണം. അഥവാ എല്ലാ എക്സിൽ നിന്നും, അതായത് എല്ലാ വൈക്കും ഏതെങ്കിലും ഒരു എക്സിൽ നിന്ന് വര വന്നിരിക്കണം. ഒന്നോ രണ്ടോ എത്രത്തോളം വര വരാം, ഏതെങ്കിലും ഒരു എക്സിൽ നിന്ന് വര വരണം നിർബന്ധമാണല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു എക്സിൽ നിന്നെങ്കിലും വര വരണല്ലോ, എന്നാലേ ലോൺ ടോളൂ. എല്ലാ വൈയിലേക്കും ഒരു എക്സിൽ നിന്നെങ്കിലും വര വന്നിരിക്കണം, മനസ്സിലായല്ലോ. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ സെറ്റിലേക്ക് വര എത്തുന്ന ആളുകളുടെ സെറ്റാ. അപ്പൊ ഇവിടെ എ ബി സിയിലേക്കും വര എത്തുന്നോണ്ട് റേഞ്ച് ആരാ, ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് എ ബി സി ആ. ഈ വര എത്തുന്ന ആളുകളുടെ സെറ്റാണ് നമുക്ക് എന്താ പറയാ, റേഞ്ച് നമ്മൾ ഓൾറെഡി പഠിച്ചുള്ള കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ സെറ്റാണ് എപ്പോഴും കോഡൊമൈൻ. ഈ കേസിൽ അഥവാ ഓൺ ടുവിന്റെ കേസിൽ റേഞ്ച് ഒന്ന് നോക്കിയേ, എ ബി സി അതാരന്നെയാ, സെറ്റ് ബി എൻ അല്ലേ. എന്ന് പറയുമ്പോൾ ഓൺ ടു ആണെങ്കിൽ അവിടെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും. ഈ കണ്ടീഷനെ തന്നെ നമ്മൾ സിമ്പിൾ ആക്കി എഴുതിയതാണ്. അതായത് എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാ വൈയിലേക്കും ഒരു ആരോ എത്തിയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ആ മൊത്തം സെറ്റ് ആയിരിക്കും റേഞ്ച്. അതന്നെയാണ് റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ എന്ന് സിമ്പിൾ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അർത്ഥാക്കുന്നത്, മനസ്സിലായല്ലോ. ഈ കണ്ടീഷൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ഓക്കെ ആണല്ലോ. ഇനി ഇവിടുത്തെ കണ്ടീഷൻ എൻ ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് ബി ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാ, മനസ്സിലായല്ലോ. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഒരു മെയിൻ പ്രത്യേകത, രണ്ട് സെറ്റിലെ എലമെന്റ്സ് സെയിം ആയിരിക്കും. ഏത് ഫംഗ്ഷൻ ആണോ ഇൻജക്റ്റീവും സർജക്റ്റീവും ഇത് രണ്ടുമായിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ സിമ്പിൾ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ്. ഇനി ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാൻ കുട്ടികൾക്ക് എന്താ ഭയങ്കര പ്രശ്നമുള്ളത്, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ, നമ്മള് y ഈക്വൽ ടു സൈൻ എക്സ് ഇതുപോലത്തെ കുറച്ച് ഫംഗ്ഷൻ എടുക്കുക. y ഈക്വൽ ടു പിന്നെന്താണ് കോസ് എക്സ്, അതുപോലെ തന്നെ y ഈക്വൽ ടു 2x, y ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇവിടെ ഒക്കെ പ്രത്യേകത ഉണ്ട്. y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അപ്പുറത്ത് ഈക്വൽ ടുന്റെ അപ്പുറത്ത് എക്സിന്റെ ടേമിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അതായത് y ഈക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ അപ്പുറത്ത് ഒരു ഫംഗ്ഷൻ ആയിരിക്കും, അത് എക്സിന്റെ ടേമിലുള്ളതായിരിക്കും. അതാണ് നമ്മൾ എപ്പോഴും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് എന്താണ് ഈ ഓൺ ടുവിന്റെ കണ്ടീഷൻ, ഏതൊരു y എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു എക്സിൽ നിന്ന് ആരോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൽ നിന്ന് തെളിയിച്ചാൽ പോരെ. ഏത് വൈ എടുക്കാണ്, ഈ രണ്ടാമത്തെ സെറ്റ് ബിയിൽ ഞാൻ ഇപ്പൊ എത്ര എലമെന്റ് ഉണ്ടോ ഏത് വൈ എടുക്കുകയാണെങ്കിലും അതിനൊക്കെ ഒരു ആരോ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിൽ നിന്ന് തെളിയിച്ചാൽ പോരെ. എക്സിനെ കുറിച്ചല്ല നമുക്ക് അറിയേണ്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്ര ഇവിടെ ഞാൻ പറയുന്നത് y ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ്, അതായത് y ഈക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പുറത്ത് എക്സിന്റെ ടേമിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ ഇപ്പുറത്തെ ആരുടെ ടേമിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും, വൈന്റെ ടേമിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് എന്താ തെളിയിക്കേണ്ടത്, ഏതൊരു വൈ എടുത്താലും അതിനൊരു എക്സ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ ഏതൊരു വൈ എടുത്താലും ഒരു എക്സ് ഉണ്ടായിരിക്കും എന്ന് എനിക്ക് കിട്ടിയാൽ പോരെ. എത്ര വൈ ഇതിനുള്ളിൽ ഇട്ട് കൊടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഉണ്ടെന്ന് കിട്ടിയാൽ പോരെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓൺ ടു ആണോ എന്ന് തെളിയിക്കാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് തരുന്ന ഫംഗ്ഷൻ എപ്പോഴും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മോഡലായിരിക്കും. നിങ്ങൾ അതിനെ എങ്ങനെ മാറ്റണം, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ മോഡലാക്കണം. എന്നാൽ മാത്രമേ ഇതിലേക്ക് എത്ര വൈ ഇട്ട് കൊടുത്താലും അതിലൊരു എക്സ് ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായല്ലോ. അതെങ്ങനെയാ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ഈ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് മറക്കണ്ട. നേരത്തെ പഠിപ്പിച്ചത് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസും അതിന്റെ റേഞ്ചും നിങ്ങൾ മറക്കരുത്, ഓക്കെ ആണല്ലോ. ആ റേഞ്ച് നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും, ഈ ഇത്തരം ഓൺ ടു എന്ന ലീക്കുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഓക്കെ ആണല്ലോ. വേഗം നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് 1-1 നമ്മൾ ചെയ്തു തീർക്കും. ഓൺ ടു കുറച്ച് കൂടുതൽ ടൈം എടുത്ത് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം പറയാൻ ശ്രമിക്കാം. ഈ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും, മനസ്സിലായല്ലോ. ഞാൻ സിമ്പിൾ ആക്കി തരാൻ നോക്കാം, വേഗം ചെയ്യാം നമുക്ക്. ഷോ ദാറ്റ്
കൃത്യമായിട്ട് ആലോചിക്കുക. ഫംഗ്ഷനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തുള്ളതെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കണം, മറക്കരുത്. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. f(x)=2x+3 ആണ്. ഇത് ബൈജക്റ്റീവ് ആണ്, പ്രൂവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഇതിന് രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരും. ഓക്കെ ആണല്ലോ? നമുക്ക് അത് ജനറൽ മെത്തേഡ് നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാ അത് എടുത്ത് എഴുതുക വേഗം. ഗിവൺ എന്ന് പറഞ്ഞിട്ട് f(x) ഏതാണ് 2x+3. ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമ്മൾ ആദ്യം തെളിയിക്കാൻ പോകുന്നത് 1 ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പോകും. ഓക്കെ ആണല്ലോ? 1 ആണോ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? f(x1) f(x2) ആണെങ്കിൽ x1 x2 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? f(x1) ഉം f(x2) ഉം ഈക്വൽ ആക്കി അങ്ങ് എടുക്കും. അതാണ് ഇത്തരം ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മൾ പഠിച്ച കാര്യം ഇത്രേ ഉള്ളൂ. f(x1) ഉം f(x2) ഉം ഈക്വൽ ആണെങ്കിൽ, അഥവാ രണ്ട് ഇമേജുകൾ സെയിം ആണെങ്കിൽ ആ എലിമെന്റുകളും സെയിം ആയിരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് ഇമേജുകളും സെയിം ആക്കി അങ്ങ് എടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടണം? x1 x2 എന്നല്ലേ കിട്ടേണ്ടത്? അതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഇങ്ങനെ കിട്ടിയില്ലെങ്കിലോ ഇത് 1 അല്ല, കിട്ടിയാലോ ഇത് 1 ആ. അപ്പൊ നമുക്കറിയാം f(x) എന്ന് പറയുന്നത് 2x+3 ആ. അപ്പൊ f(x1) കാണാൻ എന്ത് ചെയ്താൽ മതി? x ഇരിക്കുന്ന സ്ഥാനത്ത് x1 ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? 2x1+3 എന്ന് കിട്ടും. ആര്? f(x1) ഈക്വൽ ടു, മനസ്സിലായല്ലോ? f(x2) ആണെങ്കിൽ 2x2+3. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ഒരു +3 എടുക്കുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്തു. ബാക്കി ആരുള്ളത്? ഇംപ്ലൈസ് ഇവിടെ ബാക്കിയുള്ളതാണെങ്കിൽ 2x1 = 2x2. രണ്ട് സൈഡിലും ഒരു 2 കോമൺ ആയിട്ടുണ്ട്, അതും കട്ട് ചെയ്തു. ഇംപ്ലൈസ് ബാക്കിയുള്ളത് x1 = x2 എന്നുള്ളത് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാ ഫംഗ്ഷനും ഇതുപോലെ x1 = x2 എന്ന് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഇതെന്തായാലും കിട്ടി. ഇത്തരം ലീനിയർ പോളിനോമിയൽസ്, അതായത് ഡിഗ്രി 1 ആയിട്ടുള്ള ഇത്തരം പോളിനോമിയൽസ് ഒക്കെ 1 ആയിരിക്കും. കാരണം ഇതെല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈൻ എപ്പോഴും 1 ആയിരിക്കും. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് നടത്തിയപ്പോൾ കാണിച്ചു തരും. ഓക്കെ ആണല്ലോ? അപ്പം ഈ ഒരു കണ്ടീഷൻ f(x1 = f(x2) implies x1 = x2 കിട്ടിയോണ്ട് നമുക്ക് എന്ത് പറയാം? therefore f എന്ന് പറയുന്ന ആരാണ്? 1 സിമ്പിൾ ആണല്ലോ? 1 ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ അടുത്തത്? ഓൺ ടു ആണോ എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? ഓൺ ടു ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആരാണ്? എവിടെ ആദ്യം നിങ്ങൾ ഓൺ ടു ആണെന്ന് പ്രൂവ് മനസ്സിലാക്കേണ്ടത് ആദ്യം എവിടുന്ന് എവിടേക്കാണ്? എഫ് ഫ്രം റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. എവിടുന്ന് എവിടേക്കാന്ന് എഴുതി വെക്കുക. എന്താ തന്നുള്ളത്? സച്ച് ദാറ്റ് ഏതാണ് ആ ഫംഗ്ഷൻ? ആ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, f(x) = 2x+3. നമുക്കറിയാം f(x) തന്നെയല്ലേ y = f(x). അപ്പൊ ദാറ്റ് ഈസ് എനിക്ക് എഴുതാം y = 2x+3. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എങ്ങനെ y = എന്ന് എഴുതിയാൽ അത് x ന്റെ ടേമിലുള്ള ഫംഗ്ഷൻ ആയിരിക്കും. നമുക്ക് എങ്ങനെയാ വേണ്ടത്? ഈ x = f(y) ടേമിൽ, അഥവാ ഈ x = എന്നാ വേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലുള്ളൂ, ഇതിൽ നിന്ന് x നെ സെപ്പറേറ്റ് ആക്കുക. അതെങ്ങനെയാ? ഇവിടെ 2x+3 അല്ലേ ഉള്ളത്, ആ 3 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ y+3 ഇങ്ങോട്ടേക്ക് വരുമ്പോ -3 = 2x എന്നല്ലേ കിട്ടുക. അപ്പൊ എന്തായിരിക്കും വരിക? ഇനി എനിക്ക് x മാത്രം പോലെ ഈ 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലിക്കേഷനിലേക്ക് എടുക്കുന്ന 2 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ എന്തായിരിക്കും? ഡിവിഷനിലേക്ക് വരും. മനസ്സിലായല്ലോ? y - 3/2 = x. that is x = y - 3/2. ഇതിപ്പോ ഏത് രൂപത്തിലാ? x = y യുടെ ടേമിലുള്ള ഒരു ഫംഗ്ഷൻ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഏത് y ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ, അതായത് ഇതിപ്പോ ഏത് രൂപത്തിലാണ്? x = f(y). ഞാനിവിടെ രണ്ടാമത്തെ സെറ്റിലാണ് y ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ഒന്നാമത്തെ സെറ്റിലുള്ള എലമെന്റ്സ് നമ്മൾ x എന്നും രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റ്സ് y എന്ന് വിളിക്കുക. ഇവിടെ രണ്ടും റിയൽ നമ്പർ ആയതുകൊണ്ട് ഈ y-യിലുള്ള എലമെന്റ്സ് ആയിരിക്കും റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ തെളിയിക്കേണ്ടത് എന്താ? ഇവിടെ ഏത് റിയൽ നമ്പർ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഈ ഫംഗ്ഷനകത്ത് ഏതാ ഫംഗ്ഷൻ? y - 3/2. അതിന് ആ ഒരു മെഷീനാ, ഇതൊരു മെഷീനാ y - 3/2. ഇതിനകത്തേക്ക് ഞാൻ ആരിട്ട് കൊടുത്താലും ഏത് റിയൽ നമ്പർ, ഒരു പോയിന്റ് സംഖ്യ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, റൂട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പൈ ആയിക്കോട്ടെ, അങ്ങനെ പോസിറ്റീവ് ആയിക്കോട്ടെ, 0 ആയിക്കോട്ടെ, ഏത് റിയൽ നമ്പർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും എനിക്ക് അതൊരു എക്സിനെ തരണം. ഏതെങ്കിലും ഒരു എക്സ്, അതായത് എക്സ് എവിടെ കിടക്കുന്ന റിയൽ നമ്പർ. അപ്പൊ ഇതിനുള്ളിലേക്ക് ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ഞാൻ ഇട്ട് കൊടുത്താൽ ഈ സാധനം എനിക്ക് എന്ത് ചെയ്യണം? ഒരു റിയൽ നമ്പർ തിരിച്ചു തരണം. മനസ്സിലായല്ലോ? അതായത് ഏത് വൈ ഇട്ട് കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് കിട്ടണം. ഏത് റിയൽ നമ്പർ ഇട്ടാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ കിട്ടണം എന്ന് തെളിയിച്ചാൽ പോലെ. കാരണം ഒന്നാമത്തെ സെറ്റ് റിയൽ നമ്പർ, രണ്ടാമത്തെ സെറ്റ് റിയൽ നമ്പർ, അതുകൊണ്ട് എളുപ്പമായി. ഇവിടെ റിയൽ നമ്പർ ഇട്ട് കൊടുക്കുന്നു, ഇവിടെ റിയൽ നമ്പർ കിട്ടും തെളിയിച്ചാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ലോകത്തുള്ള എല്ലാ സംഖ്യകളും, അതായത് നമുക്ക് ഇമാജിനറി ഒഴികെയുള്ള ബാക്കി എല്ലാ സംഖ്യകളും എന്ത് ചെയ്യാൻ പറ്റും? ഒരു റിയൽ നമ്പർ അല്ലേ? ലോകത്തുള്ള എല്ലാ സംഖ്യകളും ഒരു റിയൽ നമ്പർ ആണല്ലോ, ഇമാജിനറി ഒഴികെയുള്ള. അപ്പൊ നമുക്ക് പറയാം, ഞാൻ y എവിടെ ഉള്ളതാ? റിയൽ നമ്പർ ഉള്ളത്. അപ്പൊ എനിക്കൊരു റിയൽ, നിങ്ങൾ ഇമാജിൻ ചെയ്യട്ടോ, ഒരു റിയൽ നമ്പറിലെ എനിക്ക് 3 കുറച്ചുകൂടെ, ഒരു റിയൽ നമ്പറിൽ നിന്ന് എനിക്ക് 3 കുറച്ചുകൂടെ. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഈ കുറച്ച് കിട്ടിയ ഉത്തരത്തെ എനിക്കൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക കുഴപ്പമുണ്ടോ?
എന്താ പറയുന്നത്, y എന്ന് പറയുന്നത് റിയൽ നമ്പർ എടുക്കുന്ന എലമെന്റാ എന്ന് പറയുമ്പോൾ ഒരു റിയൽ നമ്പറിനെ എനിക്ക് 3 കൊണ്ട് കുറച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഇവിടെ ഒരു ഉത്തരം കിട്ടുമല്ലോ. അതിൽ ചിലപ്പോൾ ഇൻഡിജർ ആവാം, എന്തൊരു സംഖ്യ ആണല്ലോ കിട്ടുക, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഒരു റിയൽ നമ്പറിനെ 3 കുറച്ച് 2 ഡിവൈഡ് എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു സംഖ്യ ആയിരിക്കും. ഒരു സംഖ്യ ആയിരിക്കും എന്നുള്ള യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അത് ചിലപ്പോൾ പോയിന്റ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആവാം, ചിലപ്പോൾ 0 ആവാം, ചിലപ്പോൾ പോസിറ്റീവ് ആവാം, ചിലപ്പോൾ റൂട്ട് ആവാം. അങ്ങനെ എന്തോ ഒരു സംഖ്യ ആണല്ലോ കിട്ടുക, ഡൗട്ട് ഒന്നുമില്ലല്ലോ. എന്ന് പറയുമ്പോൾ എല്ലാ സംഖ്യകളും ഒരു റിയൽ നമ്പറാണ്. ഏതൊരു സംഖ്യ എടുത്താലും അതൊരു റിയൽ നമ്പർ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും കിട്ടുന്ന എക്സ് എന്തായിരിക്കും, ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇവിടെ ഏത് വൈ ഇട്ട് കൊടുത്തോ, നിങ്ങൾ പോസിറ്റീവ് ഇട്ട് കൊടുത്തോ, ഇവിടെ നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടും, നെഗറ്റീവ് ഇട്ട് കൊടുത്തോ ഒരു സംഖ്യ കിട്ടും, റൂട്ട് ഇട്ട് കൊടുത്തോ ഒരു സംഖ്യ കിട്ടും ഉത്തരമായിട്ട്. ഇനി എന്താണത്, 0 ഇട്ട് കൊടുത്തോ അപ്പോഴും നിങ്ങൾക്ക് ഒരു സംഖ്യ കിട്ടും. അങ്ങനെ ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും, അതായത് വൈക്ക് ഈ ലോകത്തിലെ ഏത് വാല്യൂ, റിയൽ നമ്പറിലുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും എനിക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കിട്ടൂല, ഡൗട്ട് ഒന്നുമില്ലല്ലോ. പക്ഷെ വൈ മാറ്റിയിട്ട് കൊടുക്കുന്നതനുസരിച്ച് എക്സ് മാറുന്ന ഡൗട്ട് ഒന്നുമില്ലല്ലോ. വ്യത്യസ്ത കൊടുക്കുന്ന ഉത്തരവില്ല, 1 വൈക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഉത്തരവില്ല, 2 ഇട്ട് കൊടുക്കുമ്പോൾ, 3 ഇട്ട് കൊടുക്കുമ്പോൾ വേറെ. അതായത് വ്യത്യസ്ത വൈകൾക്ക് വ്യത്യസ്ത എക്സ് ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 1 ആണ് കിട്ടിയത്. രണ്ടാമത്തെ എന്താ, ഏത് വൈ ഇട്ട് കൊടുത്താലും എനിക്ക് കിട്ടുന്ന ഒരു സംഖ്യ ആയിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ആ സംഖ്യ ഇവിടെ ഒരു റിയൽ നമ്പർ അല്ലേ, ഏത് സംഖ്യ റിയൽ നമ്പർ ആണല്ലോ. അപ്പൊ ഏത് വൈ ഇട്ട് കൊടുത്താലും എനിക്ക് ഇവിടെ ഒരു എക്സ് കിട്ടുന്ന ഡൗട്ട് ഇല്ലല്ലോ. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എന്താ, ഒരു റിയൽ നമ്പർ, ഈ റിയൽ നമ്പർ ഇവിടെ ഉള്ള എക്സിലുള്ള. അപ്പൊ എന്ന് പറയുമ്പോൾ ഏത് വൈ ഇട്ട് കൊടുത്താലും എനിക്കൊരു എക്സ് കിട്ടുന്നുള്ളത് യാതൊരു ഡൗട്ട് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം എന്ത്, അപ്പൊ നമുക്ക് എഴുതാം ഫോർ എവരി ഏത് y ഈക്വൽസ്, ഏത് നമ്മുടെ y 2x+3, ഏത് y ഈക്വൽ ടു 2x+3 അത് എവിടെ ഉള്ളതാ, y റിയൽ നമ്പറിലുള്ളതാ, നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഞാൻ റിയൽ നമ്പറിൽ നിന്ന് ഏത് y ഈക്വൽ ടു 2x+3 ഇവിടുന്ന് എടുത്താലും കോമ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ഉണ്ടായിരിക്കും ആര്, എക്സിസ്റ്റ്. അവിടെ ആരുണ്ടായിരിക്കും, ഒരു എക്സ് ഈക്വൽസ്, ആരുണ്ടായിരിക്കും, എക്സ് ഈക്വൽസ് y - 3/2, എക്സ് ഈക്വൽസ് y - 3/2. അത് ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ഇവിടെ എക്സ് എവിടെ ഉള്ളത്, റിയൽ നമ്പർ, മനസ്സിലായല്ലോ. അതായത് ഏത് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് റിയൽ നമ്പർ നിങ്ങൾ എടുത്താലും, വൈയിൽ നിന്ന് ഏത് റിയൽ നമ്പർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഉറപ്പായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും, ഈ പറയുന്ന ഒന്നാമത്തെ സെറ്റിൽ ഉണ്ടായിരിക്കും. കാരണം നമുക്കറിയാവുന്നത് ഏത് വൈറ്റ് കൊടുത്താലും ഇവിടെ ഒരു ഉത്തരം കിട്ടും, മനസ്സിലായല്ലോ. ഏത് വൈറ്റ് കൊടുത്താലും ഇവിടെ ഒരു ഉത്തരം കിട്ടും, അതൊരു റിയൽ നമ്പർ ആയിരിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് ഇതൊരു റിയൽ നമ്പർ ആയിരിക്കും, കാരണം ഒന്നാമത്തെ സെറ്റ് റിയൽ നമ്പർ, മനസ്സിലായല്ലോ. എന്ന് പറയുമ്പോൾ എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ടായിരിക്കും, ഏതുപോലെ, സച്ച് ദാറ്റ്, ഏതുപോലെ സച്ച് ദാറ്റ് f of x equal to y, മനസ്സിലായല്ലോ. ആ വൈയിലേക്ക് എക്സിൽ നിന്ന് ആരോ വരുന്ന രീതിയിൽ എന്തുണ്ടായിരിക്കും, ഒരു y ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ എന്ത് പറയാം, therefore f is onto, അത് കാരണം f എന്താണ്, onto ആണ്. ഇനി f 1 ആണ്, f onto ആണ്, therefore f is എന്താണ്, ബൈജക്റ്റീവ്, മനസ്സിലായല്ലോ. അത് കാരണം f എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്താണ് സംഭവിച്ചത്, ഇത്ര ഉള്ളു ചിന്തിക്കേണ്ടത്. എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ടാവും തെളിയിച്ചാൽ മതി. വൈ എവിടെ ഉള്ളതാ, റിയൽ നമ്പറിൽ, എക്സ് എവിടെ ഉള്ളതാ, റിയൽ നമ്പർ. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഏത് റിയൽ നമ്പർ ഇവിടെ ഇട്ട് കൊടുത്താലും ഇവിടെ റിയൽ നമ്പർ കിട്ടണം. അത് നമ്മൾ പറഞ്ഞു, എന്തുകൊണ്ടാണെന്നുള്ള കാരണം പറഞ്ഞു. ഇവിടെ ഏത് റിയൽ നമ്പർ, ഏത് സംഖ്യ ഇട്ട് കൊടുത്താലും ഇവിടെ കിട്ടുന്ന സംഖ്യ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് എല്ലാ വൈ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സംഖ്യ ഇവിടെ കിട്ടും, ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഉറപ്പായിട്ടും കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ കിട്ടാത്ത ചില കേസുകളുണ്ട്, അത് നമ്മൾ പറയും. റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഉറപ്പായിട്ടും എന്തായിരിക്കും, ഓൾമോസ്റ്റ് സാധാ ഇതുപോലത്തെ ലീനിയർ ഫംഗ്ഷൻ ഒക്കെ എന്തായാലും എന്തായിരിക്കും, ഈ പറയുന്ന രീതിയിൽ ഓൺ ടു ആയിരിക്കും. റിയൽ നമ്പർ ടു റിയൽ നമ്പർ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഡിജർ ടു ഇൻഡിജറും നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലായല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് പേടിക്കാല്ല, റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്. ഏത് സംഖ്യ ഇട്ട് കൊടുത്താലും ഇവിടെ ആരെ കിട്ടും, ഒരു സംഖ്യ കിട്ടും എന്ന് പറയുമ്പോൾ ഏത് വൈ ഇട്ട് കൊടുത്താലും ഇവിടെ എക്സ് കിട്ടും, മനസ്സിലായല്ലോ. ഇവിടെ ഏത് റിയൽ നമ്പർ ഇട്ട് കൊടുത്താലും ഇവിടെ റിയൽ നമ്പർ കിട്ടും എന്ന് പറയുമ്പോൾ എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ട്, ഏത് വൈ ഇട്ട് കൊടുത്താലും ഇവിടെ എക്സ് കിട്ടും, എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഓൺ ടു ആ, മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഈ y ഈക്വൽ ടു x+3 എന്ന് പറയുന്നത് എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈനാ. ഇത് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യുന്ന അറിയോ, y ഈക്വൽ ടു 2x+3 അല്ലേ നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ. ഞാൻ എന്റെ +1 പഠിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് +1 സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ ഒരു ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യണം, y ഈക്വൽ ടു mx+c. ഇതിന്റെ y ഇന്റർസെപ്റ്റ് 3, വൈയിൽ മുട്ടുന്ന, അതായത് ഇതാണ് y ആക്സിസ്. ഈ സ്ട്രെയിറ്റ് ലൈൻ വൈയിൽ മുട്ടുന്നത് 3ലാണ്. അപ്പൊ ഞാൻ അവിടെ തൽക്കാലം 3 എന്ന് കൊടുക്കുകയാണ്. കൂടാതെ ഇതിന്റെ സ്ലോപ്പ് 2 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ വലത്തോട്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക, മനസ്സിലായല്ലോ. ഇനി ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എക്സ് ഇന്റർസെപ്റ്റ്, എക്സിൽ മുട്ടുന്ന പോയിന്റ് കാണണമെങ്കിൽ സിമ്പിൾ ആണ്. ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, c ഈക്വൽ ടു, ഇതിന് നിങ്ങൾക്ക് എക്സിൽ മുട്ടുന്ന പോയിന്റ് കാണണമെങ്കിൽ സിമ്പിൾ ആണ്. എക്സ് ഇന്റർസെപ്റ്റ് കാണാൻ ഒരു പണിയില്ല.
ഞാൻ അതിനെ പേര് വിളിക്കുന്നില്ല, ജസ്റ്റ് മൈനസ് സി ബൈ എ എന്നാണ് ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് ഈ y ഈക്വൽ ടു 2x പ്ലസ് 3 ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതാം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. 2x പ്ലസ് 3 ഇവിടെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തേക്ക് ഈ y കൊണ്ടുവരും. അപ്പൊ മൈനസ് y പ്ലസ് 3 ആവൂലെ, ഈക്വൽ ടു 0 എന്ന് എഴുതല്ലേ. നിങ്ങൾ വായിക്കുമ്പോൾ ഇവിടെയും 0, ഞാൻ ആ 0 അപ്പുറത്തിട്ടുന്നുള്ളൂ, നിങ്ങൾ മനസ്സിലാക്കണത്തുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് മൈനസ് സി ബൈ എ, മൈനസ് സി എന്ന് പറയുമ്പോൾ ഇതാണ് സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ -3, എയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തിൽ കാണുന്നത് /2. മനസ്സിലായല്ലോ, ഏകദേശം -1.5. അതായത് -1 ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ അതിന്റെ തൊട്ടിപ്പുറത്തായിരിക്കും -1.5. ഇങ്ങനെ കടന്നു പോകുന്ന ഒരു പോസിറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ആര്, ഈ പറയുന്ന ചങ്ങായി. മനസ്സിലായല്ലോ, ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. മനസ്സിലായല്ലോ, ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ ഒരു രൂപം. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇത് 1 ആണോ, 1 ആണോ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. നിങ്ങൾ ഈ സ്ട്രെയിറ്റ് ലൈൻ എവിടെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും അത് ഒറ്റ പോയിന്റിലെ മുട്ടുള്ളൂ. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് നോക്കാം എവിടെ വരച്ചു നോക്കി, ഇൻഫിനിറ്റി വരെ പോയോക്ക് ഒറ്റ പോയിന്റിലെ മുട്ടുള്ളൂ. എന്ന് പറയുമ്പോൾ എന്താ 1 ആണോ, ഒറ്റ പോയിന്റിൽ മുട്ടിയാൽ 1 ഡൗട്ട് ഇല്ല. അപ്പോൾ 1 ആണ് കിട്ടിയില്ലേ. ഓൺ ടു ആണ് ചെക്ക് ചെയ്യാൻ. ഇതിന്റെ കോഡൊമൈൻ ആരാ, രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ. റേഞ്ച് എങ്ങനെ കാണാം, റേഞ്ച് എത്രയേ ഉള്ളൂ, ഗ്രാഫ് നിൽക്കുന്ന y ആക്സിസിലെ വാല്യൂകളെ വിളിക്കുന്ന പേര് റേഞ്ച്. നമ്മൾ ഗ്രാഫ് വെച്ച് പറയുമ്പോൾ നോക്കിയേ, ഇത് ഇവിടെ തൽക്കാലം ഇങ്ങനെ താഴേക്ക് പോകുമ്പോഴും ഈ ഗ്രാഫ് ഇങ്ങനെ നീണ്ടു പോലോ എന്ന് പറയുമ്പോൾ ഇവിടെ y ആക്സിലൂടെ നമ്മൾ ഇങ്ങനെ -∞ ആണ് വിചാരിക്കും. ഇത് -∞, ഇത് +∞. നമ്മളിങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ വന്ന് നോക്കുമ്പോഴും ഏതെങ്കിലും ഒരു സൈഡിൽ ഗ്രാഫ് കണ്ടു നോക്കിയാൽ മതി. ഇവിടെ ഗ്രാഫ് ഉണ്ട്, എവിടെ കൂടി നമ്മൾ വന്ന് നോക്കി കഴിഞ്ഞാലും ഇവിടൊക്കെ ഗ്രാഫ് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ -∞, +∞ എങ്ങനെ സഞ്ചരിച്ചാലും ഏതെങ്കിലും ഒരു സൈഡിൽ ഗ്രാഫ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ റേഞ്ച് ആർക്ക് ഈക്വൽ ആയിരിക്കും, ഈ -∞ മുതൽ +∞ വരെ, അഥവാ റിയൽ നമ്പറിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ, എന്ന് പറയുമ്പോൾ കോഡൊമൈനും റിയൽ നമ്പർ, റേഞ്ചും റിയൽ നമ്പർ. കാരണം റേഞ്ച് റിയൽ നമ്പർ ആയി. ഈ y ആക്സിൽ ഏത് വാല്യൂ എടുത്താലും ഈ y ആക്സിലെ വാല്യൂസിനെ നമ്മൾ റിയൽ നമ്പർ എന്ന് വിളിക്കുക. y ആക്സിൽ ഏത് റിയൽ നമ്പർ എടുത്താലും അവിടെയൊക്കെ എന്തുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഗ്രാഫ് കാണുന്നുണ്ട്. എന്ന് പറയുമ്പോൾ റേഞ്ച് റിയൽ നമ്പർ. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് റേഞ്ച് ഒക്കെ നോക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, ജസ്റ്റ് പറഞ്ഞുള്ളൂ. അപ്പൊ റേഞ്ച് കോഡൊമൈനും റിയൽ നമ്പർ ആയതുകൊണ്ട് നമുക്കറിയാം കണ്ടീഷൻ എന്താ, റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആണെങ്കിൽ ഇതെന്താണ്, ഈ പറയുന്ന സാധനം ഓൺ ടു ആ. നമ്മൾ വേറെ ഇത് പറഞ്ഞുള്ളൂ, പക്ഷെ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ പറഞ്ഞാലും ഇത് ശരിയാണ്. റേഞ്ച് ഈക്വൽ ടു കോഡൊമൈൻ ആണെങ്കിൽ എന്താ, ഇത് ഓൺ ടു ആണ്. അങ്ങനെ വെച്ചാലും ഇത് ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ അറിയണം, ഗ്രാഫ് ഇതുപോലെ കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്യാൻ അറിയണം, എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്ന. ഓക്കെ ആണല്ലോ, ചെറുതായിട്ടെങ്കിലും മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. വലുതായിട്ടൊന്നും മനസ്സിലാവണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആയിക്കോളും. ഓക്കെ ആണല്ലോ, വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതോടെ നിങ്ങൾ ഓൾമോസ്റ്റ് ഡൗട്ടിൻ്റെയും ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ ടൂലാവും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുക, അത് ഇതോടെ ക്ലിയർ ആയിക്കോളും. നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ ആണല്ലോ, കാരണം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒരുപോലെ ആവണമെന്നില്ല. ഈ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ഒക്കെ തരുമ്പോൾ പല മെത്തേഡുകൾ ഫെയിൽ ആവും. അപ്പോൾ നമ്മൾ ഈ ഏത് വഴി എടുത്താലും എക്സ് എടുക്കുന്ന ആ മെത്തേഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു മെത്തേഡ് തന്നെ ഓൺ ടൂവിന് പഠിപ്പിക്കുന്നത്. അപ്പോൾ റേഞ്ച് ഈക്വൽ ടു കോഡൊമൈനും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. രണ്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടത് ഇൻജക്ടിവിറ്റിയും സബ്ജക്ടിവിറ്റിയും 1 1 1 2 ചെക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെക്ക് ചെയ്യണ്ട. മനസ്സിലായല്ലോ, ഒന്നാമത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ, മറ്റേത് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. പക്ഷെ രണ്ട് ഫംഗ്ഷനും സെയിമാ. മനസ്സിലായല്ലോ, ഫംഗ്ഷൻ സെയിമാ, പക്ഷെ ഡൊമൈനും കോഡൊമൈനും നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഡൗട്ട് ഇല്ലല്ലോ. ഒന്ന് റിയൽ നമ്പർ ടു റിയൽ നമ്പർ, മറ്റേ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. റിയൽ നമ്പർ ടു റിയൽ നമ്പർ നമുക്ക് പേടിക്കാനൊന്നുമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ആണല്ലോ, ഇതൊരു ലീനിയർ ഫംഗ്ഷനാ, പവർ 1 ആണ്. അതുകൊണ്ട് ഇത് ഉറപ്പായിട്ടും എന്തായിരിക്കും, റിയൽ നമ്പർ ടു റിയൽ നമ്പർ. അതുകൊണ്ട് ഇത് എന്താ നമുക്ക് പറയാൻ പറ്റും, ഈ പറഞ്ഞ സാധനം ഒറ്റടിക്ക് ഞാൻ പറയാം നിങ്ങളോട്, എന്ത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ലീനിയർ ഫംഗ്ഷൻ എന്താണ്, ഇത് ബൈജക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇത് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാണ്. ഇത് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് തെളിയിക്കാം, കുഴപ്പമില്ലല്ലോ. അതിന് തന്നെ ഞാൻ എന്ത് ചെയ്യണം, 1 1 ആണ് ചെക്ക് ചെയ്യാണ്. 1 1 ആണ് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യും, 1 1 ആണ് നോക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, f(x1)ഉം f(x2)ഉം ഈക്വൽ ആക്കി അങ്ങ് എടുക്കും. മനസ്സിലായല്ലോ, ഇംപ്ലൈസ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടണം, x1 = x2 കിട്ടണം. ഇതാരാ, 2x1. ഓക്കെ ആണല്ലോ, ഈക്വൽസ് 2x2. മനസ്സിലായല്ലോ, നേരത്തെ ചെയ്തതേ വരും. ഇത് ഇവിടെ 2 ഉം 2 ഉം ഞാൻ കട്ട് ചെയ്തു, ബാക്കി ആരുണ്ടായിരിക്കുക, x1 = x2 എന്ന് പറയുമ്പോൾ f(x1) = f(x2) implies x1 = x2. therefore f is ആരാണ്, 1 1. അതുകൊണ്ട് തന്നെ f എന്താ, 1 1. മനസ്സിലായല്ലോ, നമുക്ക് ഇതും ഒപ്പം ചെയ്ത് നോക്കാം, രണ്ട് കൺഫ്യൂഷൻ ഇല്ല ചെയ്യാൻ വേണ്ടി ഒപ്പം ചെയ്യുന്നു. മനസ്സിലായല്ലോ, 1 1 ആണോ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ പോകും, നല്ലോണം ശ്രദ്ധിച്ച്. ഓക്കെ ആണല്ലോ, ജസ്റ്റ് f(x1) = f(x2) ഇതാണ്, ഇംപ്ലൈസ് ആരെ കിട്ടണം, x1 = x2 കിട്ടും നോക്കാം. ഫംഗ്ഷൻ നേരത്തെ പറഞ്ഞ 2x1 = x2 തന്നെയാണ്. 2 2 ഞാൻ കട്ട് ചെയ്തു, ബാക്കി ഉണ്ടായിരിക്കുക x1 = x2 എന്ന് പറയുമ്പോൾ ഇവിടെയും ആരാണ്, f(x1 = f(x2) implies x1 = x2. therefore f is ആരാണ്, 1 1. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ എന്ത് മനസ്സിലാവും നിങ്ങൾക്ക്, അതായത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആയപ്പോഴും ഫംഗ്ഷൻ സെയിം ആയതുകൊണ്ട് തന്നെ എന്താ, ഇത് 1 1 ആ.
ഇവിടെ നാച്ചുറൽ നമ്പർ ആയപ്പോഴും ഇത് 1 1. അപ്പൊ എന്താകും പ്രശ്നം? അപ്പൊ എന്തായിരിക്കും പ്രശ്നം? ഓൺ ടൂവിലായിരിക്കും പ്രശ്നം. നമുക്ക് ഓൺ ടു ഒന്നും കൂടി കൃത്യമായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അറിഞ്ഞ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. തെറ്റിക്കരുത്. നന്നായിട്ട് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നുണ്ട്. കൂടെ തന്നെ കൂടിക്കോ. ഓക്കെ ആണല്ലോ. ഓൺ ടു ആൻ ചെക്ക് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ അറിയണം? ഓൺ ടു ആൻ ചെക്ക് ചെയ്യാൻ നമുക്ക് എവിടുന്ന് എവിടേക്കാണ് ആദ്യം അറിയേണ്ടത്. ഇത് എവിടുന്ന് എവിടേക്കാ? എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പർ ടു റിയൽ നമ്പർ സച്ച് ദാറ്റ് എന്താണ് ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആരാണ്? 2x. ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഓഫ് എക്സിനെയാണ് ആര്? വൈ ഈക്വൽ ടു 2x. നമുക്ക് ഏത് രൂപത്തിൽ ആളെ കിട്ടേണ്ടത്? എക്സ് ഈക്വൽ ടു എന്ന് പറയണ്ട. സോ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈ എക്സിനെ തനിച്ചാക്കാൻ വേണ്ടി ഇൻറ്റു 2 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ബൈ 2 ആയിട്ട് മാറും. ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു ബേസിക്കലി ആരാണ്? വൈ ബൈ 2. എനിക്ക് എന്താ തെളിയിക്കേണ്ടത്? എനിക്ക് തെളിയിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ കേസിലാണെങ്കിൽ ഒന്നാമത്തെ സെറ്റിലുള്ള എലമെന്റുകളും ഒന്നാമത്തെ സെറ്റിൽ എക്സ് ഉണ്ട്, രണ്ടാമത്തെ സെറ്റിൽ വൈ ഉണ്ട്. രണ്ട് സെറ്റ് കൊടുത്തവിടേക്ക് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ് ഈ ഫംഗ്ഷൻ പോകുന്നത്. എന്താ തെളിയിക്കേണ്ടത്? ഏത് വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഉണ്ട് എന്നല്ലേ തെളിയിക്കേണ്ടത്. അതായത് വൈ എവിടെ കിടക്കുന്ന? റിയൽ നമ്പറിൽ. അപ്പൊ ഈ രണ്ടാമത്തെ സെറ്റ് മൊത്തം റിയൽ നമ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ ഏത് റിയൽ നമ്പർ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്താൽ, അതായത് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ഐ രൂപത്തിലാണ് കിടക്കുന്നത്. ഏത് വൈ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്താലും എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് കിട്ടും തെളിയിച്ചാൽ പോരെ. ആരാ? വൈ, റിയൽ നമ്പർ. അപ്പൊ ഏത് റിയൽ നമ്പർ ഞാൻ ഇതിന്റെ ഉള്ളിൽ കിട്ടുകൊടുത്താലും, മെഷീന്റെ ഉള്ളിൽ കിട്ടുകൊടുത്താലും എനിക്ക് എന്ത് കിട്ടണം? അവിടെ എന്ത് കിട്ടണം തെളിയിച്ചാൽ മതി. ഒരു റിയൽ നമ്പർ കിട്ടും തെളിയിച്ചാൽ പോരെ. അത്രല്ലേ വേണ്ടുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വൈ എന്ന് പറയുന്നത് ആരാ? ഒരു റിയൽ നമ്പർ അല്ലേ. ഒരു റിയൽ നമ്പറിനെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വൈ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. ഒരു റിയൽ നമ്പർ എനിക്ക് ഉറപ്പായിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂല. അപ്പൊ എനിക്ക് ആരെ കിട്ടുക? ഒരു സംഖ്യയല്ലേ കിട്ടുക. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് റിയൽ നമ്പർ തന്നെയല്ലേ. ഡൗട്ട് ഒന്നുമില്ലോ. ഏത് സംഖ്യ ഒരു റിയൽ നമ്പർ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു റിയൽ നമ്പറിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് സംഖ്യ കിട്ടും ഒരു റിയൽ നമ്പറാ. അതായത് ഇവിടെ ഏത് വൈ എന്ന് പറയുമ്പോൾ റിയൽ നമ്പർ, ഏത് റിയൽ നമ്പർ ഇട്ട് കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ആരെ കിട്ടും? ഒരു സംഖ്യ, അല്ലെങ്കിൽ ഒരു എക്സ് എന്തായാലും കിട്ടുമല്ലോ. ആ എക്സ് എവിടെ ഉള്ളതാ നോക്കണം. റിയൽ നമ്പർ ഉള്ള എന്ന് പറയുമ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്ന റിയൽ നമ്പറിന് ഇവിടെ റിയൽ നമ്പർ കിട്ടുന്നുണ്ട്, ഇവിടെ ഉള്ള വൈക്ക് ഇവിടെ ഒരു എക്സ് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഫോർ എവരി. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കും. ഇത് താഴേക്കാണ് എഴുതേണ്ടത്. എനിക്ക് സേവ് സ്ഥലം ഉണ്ടോ അവിടെ എഴുതിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? തെറ്റിക്കരുത്. ഫോർ എവരി ഏതെടുത്താലും വൈ ഈക്വൽ ടു 2x എടുത്താലും എവിടെയാണോ വൈ എടുക്കുക? ഇൻ ക്യാപിറ്റൽ ആർ. രണ്ടാമത്തെ സെറ്റിൽ. ഓക്കെ ആണല്ലോ. ഫോർ എവരി വൈ ഈക്വൽ ടു 2x ഇൻ ക്യാപിറ്റൽ ആർ, അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ ആര് എക്സിസ്റ്റ് ചെയ്യും? ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യും. ഏത് രൂപത്തിൽ എക്സ് ഉണ്ടായിരിക്കുക? y ബൈ 2. എവിടെ ഉണ്ടായിരിക്കുക? ഒന്നാമത്തെ സെറ്റ്. അതവിടെ റിയൽ നമ്പർ. മനസ്സിലായല്ലോ. ഇൻ ആർ ഏതുപോലത്തെ എക്സും വൈ ആയിരിക്കും. സച്ച് ദാറ്റ് ഏതുപോലത്തെ ആയിരിക്കും? ആ എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ആരോ വരുന്ന രൂപത്തിൽ, such that f of x equal to y ആവുന്ന രൂപത്തിൽ എന്ന് പറയുമ്പോൾ എന്താർത്ഥം? therefore f is on to. അത് കാരണം കൊണ്ട് f എന്താണ്? on to ആണ്. നിങ്ങൾ ഇതിന് താഴത്തെ എഴുതി കൊടുക്കണം. therefore f is bijective. അല്ലെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ കുഴപ്പമില്ലല്ലോ. ഇതപ്പോ എന്താ തെളിയിച്ചു? ബൈജക്റ്റീവ് ആണ് തെളിയിച്ചു. ഓക്കെ ആണല്ലോ. ഇതൊന്നും ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിൾ ആണ്. ഇതേപോലെ തന്നെയാണ് on to ആണ് തെളിയിക്കേണ്ടത്. ഇതേ മെത്തേഡ് തന്നെയാണ്. ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യാനാ പറഞ്ഞത്, പ്രൂവ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ ആണല്ലോ. ഇത് എവിടുന്ന് എവിടേക്കാണ് കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ, തെറ്റിക്കരുത്. മനസ്സിലായല്ലോ. എന്താ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x തന്നെയാണ് എന്ന് പറയുമ്പോൾ വൈ ഈക്വൽ ടു 2x തന്നെയാണ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ ബൈ 2. അതൊക്കെ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. എക്സ് ഈക്വൽ ടു വൈ ബൈ 2 തന്നെയാണ്. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഇവിടെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ഒന്നാമത്തെ സെറ്റ് ഉണ്ട്, രണ്ടാമത്തെ സെറ്റ് ഉണ്ട്. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഇത് നാച്ചുറൽ നമ്പർ. അത് നാച്ചുറൽ നമ്പർ ഇവിടുന്ന് ഇവിടേക്കാ ഫംഗ്ഷൻ. എന്താ തെളിയിക്കേണ്ടത്? ഇവിടുന്ന് ഏത് വൈ എടുത്താലും അതിനൊരു എക്സ് ഉണ്ടാവുന്നല്ലേ തെളിയിക്കേണ്ടത്. വൈ ആരാ? നാച്ചുറൽ നമ്പറാ. അപ്പൊ ഇവിടെ ഏത് നാച്ചുറൽ നമ്പർ ഞാൻ എടുത്താലും ഏത് നാച്ചുറൽ നമ്പർ ആരൊക്കെയുണ്ട്? 1 2 3 4 ഇങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ പോവാ. 1 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു സെറ്റാ എന്ന് പറയുന്നത്. ഏത് നാച്ചുറൽ നമ്പർ ഞാൻ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് ആരെ കിട്ടണം? ഇവിടെ എക്സിന് കിട്ടണം. എക്സ് ആരാ? നാച്ചുറൽ നമ്പർ. ഏത് നാച്ചുറൽ നമ്പർ ഇട്ടാലും എനിക്ക് തിരിച്ച് ഇവിടെ ആരെ കിട്ടണം? ഒരു നാച്ചുറൽ നമ്പറിന് കിട്ടണ്ടേ? അതല്ലേ പരിപാടി. അപ്പൊ ഞാനിവിടെ ഏത് നാച്ചുറൽ നമ്പർ ഇട്ടാലും ഒരു നാച്ചുറൽ നമ്പർ ഇവിടെ കിട്ടിയാൽ പോരെ. എന്തല്ല കിട്ടണ, അത് കൊടുക്കുന്നത് നാച്ചുറൽ നമ്പർ, കിട്ടുന്ന നാച്ചുറൽ നമ്പർ ആണല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. കാരണം രണ്ട് സെറ്റ് നാച്ചുറൽ നമ്പറാ. അപ്പൊ ഇവിടെ ഇട്ടുകൊടുത്താലും നാച്ചുറൽ നമ്പർ കിട്ടണം, ഇവിടെ കിട്ടുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. മനസ്സിലായല്ലോ. കൊടുക്കുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, കിട്ടുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതാണ് കീ പോയിന്റ്. മനസ്സിലായല്ലോ. കൊടുക്കുന്നത് നാച്ചുറൽ നമ്പർ, കിട്ടുന്നത് നാച്ചുറൽ നമ്പർ. കാരണം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എല്ലാ നാച്ചുറൽ നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും കിട്ടുക.
ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ എന്താ, ഏത് സംഖ്യ കിട്ടിയാലും അത് റിയൽ നമ്പറാണ്, അതുകൊണ്ട് ഇതെന്താ ഓൺ ടു. പക്ഷെ ഇവിടെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഏത് സംഖ്യയും ഒരു നാച്ചുറൽ നമ്പർ ആണോ? അല്ല. പോയിന്റ് വരുന്ന സംഖ്യ നാച്ചുറൽ നമ്പർ അല്ല, നെഗറ്റീവ് നാച്ചുറൽ നമ്പർ അല്ല, പൈ നാച്ചുറൽ നമ്പർ അല്ല, ഈ നാച്ചുറൽ നമ്പർ അല്ല, റൂട്ട് നാച്ചുറൽ നമ്പർ അല്ല എന്ന് പറയും. പല റൂട്ട് 2 അതുപോലത്തെ ചില റൂട്ടുകളൊന്നും നാച്ചുറൽ നമ്പർ അല്ല, മനസ്സിലായല്ലോ. എന്ന് പറയുമ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞ എണ്ണൽ സംഖ്യകൾ മാത്രമേ എന്തുള്ളൂ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞ സെറ്റിൽ പെടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ എല്ലാ നാച്ചുറൽ നമ്പറിന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും എനിക്ക് കിട്ടുന്ന എക്സ്, എനിക്കൊരു എക്സ് കിട്ടും, ഡൗട്ടൊന്നുമില്ല. അത് ഈ സെറ്റിലുള്ളതായിരിക്കും, അത് ഈ സെറ്റിലുള്ളതാവണം നിർബന്ധമുണ്ട്. കാരണം വൈ രണ്ടാമത്തെ സെറ്റ് നാച്ചുറൽ നമ്പർ, എക്സ് ഒന്നാം സെറ്റ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഏതെങ്കിലും ഒരു സംഖ്യ കിട്ടുന്നുള്ള സെറ്റ് ശരിയാണ്, ഡൗട്ടൊന്നുമില്ലല്ലോ. എന്തായാലും വൈ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു സംഖ്യ കിട്ടും. അത് എക്സിന് ഈക്വൽ ആയിരിക്കും, അഥവാ എക്സ് ഇവിടെ ഉള്ളതാ നാച്ചുറൽ നമ്പറിലുള്ളതാ, അതിന് ഈക്വൽ ആയിരിക്കും. അത് ഏത് നാച്ചുറൽ നമ്പർ ഇട്ടാലും ഇവിടെ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുമെന്ന ചോദ്യം. നമുക്കൊന്ന് ജസ്റ്റ് അസ്യൂം ചെയ്ത് നോക്കാം. പുട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഒന്ന് കൊടുക്കുകയാണ്. ഇഫ് ഞാൻ വിചാരിക്കുകയാണ് വൈ ഞാൻ ഒരു 1 എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ കൊടുത്തുന്നതായിരിക്കും, കാരണം നാച്ചുറൽ നമ്പർ ഉള്ള 1 ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ എനിക്ക് കിട്ടുന്ന എക്സ് ആരായിരിക്കും? എക്സ് എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അഥവാ ഈ എക്സ് എന്ന് പറയുന്നത് 1/2 ആരാണ്? y ഈക്വൽ ടു 1 ആണെങ്കിൽ, ഇഫ് y ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ആരായിരിക്കും? അത് 1/2 ആയിരിക്കും. ഈ y എന്ന് പറയുന്ന 1 ആരാ? നാച്ചുറൽ നമ്പറിലെ ഒരു അങ്ക, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. പക്ഷെ കിട്ടിയ എക്സ്, അതായത് y എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ടാവണമെന്നല്ലേ. ഞാൻ y എടുത്ത് 1 കൊടുത്തു, അതിന് എക്സ് ഉണ്ടോ നോക്കാൻ പോവാണ്. കിട്ടിയ 1/2 നാച്ചുറൽ നമ്പറിലെ അങ്കല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം അത് 0.5 ആ. പോയിന്റ് ഒന്നും ഇവിടെ പെടില്ല, നാച്ചുറൽ നമ്പർ പെടില്ല. എന്ന് പറയുമ്പോൾ ഈ 1 എന്ന് പറയുന്ന ഇവിടത്തെ എലമെന്റിന് ഇപ്പുറത്തൊരു എക്സ് ഇല്ല, അതിന് കിട്ടേണ്ട എക്സ് 1/2 ആ. അതാണെങ്കിൽ ഈ സെറ്റിൽ ഇല്ല. എന്ന് പറയുമ്പോൾ ഈ വൈ ഇവിടെ ഇട്ട് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഇല്ല. അതിനർത്ഥം എല്ലാ വൈക്കും എക്സ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഓൺ ടു ഉള്ളൂ. ഈ ഒരു വൈക്ക് എക്സ് ഇല്ല, അതുകൊണ്ട് അത് ഓൺ ടു അല്ല, മനസ്സിലായല്ലോ. therefore f is not on to. എങ്ങനെ നമുക്ക് എഴുതാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. സെറ്റ് വരച്ചാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഐഡിയ കിട്ടും. നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ എന്താ പറഞ്ഞ കൺസെപ്റ്റ്? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്, ഫംഗ്ഷൻ അവിടെ ഉണ്ട്. കുറച്ച് നാച്ചുറൽ നമ്പർ ഞാൻ ഇവിടെ 1, 2, 3, 4, 5 എന്ന് നാച്ചുറൽ നമ്പർ ആണ്. ഇത് ഇങ്ങനെ നീണ്ടു പോകുന്ന സെറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡോട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പുറത്താണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ നീണ്ടു പോകുന്ന അടുത്ത സെറ്റ് ഉണ്ട്, മനസ്സിലായല്ലോ. എന്താ ഫംഗ്ഷന്റെ പണി? ഇവിടെ y ഈക്വൽ ടു 2x, അതായത് ഇവിടെ ആരിട്ട് കൊടുത്താലും അത് ഡബിൾ ആക്കി തരും, അതാണല്ലോ ഫംഗ്ഷന്റെ പണി. f(x) ഈക്വൽ ടു 2x ആ, ഇവിടെ ഇട്ട് കൊടുക്കുന്ന എക്സിനെ ഡബിൾ ആക്കി തരും, മനസ്സിലായല്ലോ. അപ്പൊ എങ്ങനെ മാപ്പിംഗ് വരും? 1 ഇട്ട് കൊടുത്താൽ അത് ഡബിൾ ആക്കി 2 തരും, 2 ഇട്ട് കൊടുത്താൽ 4 തരും, 3 ഇട്ട് കൊടുത്താൽ 6 തരും, 4 ഇട്ട് കൊടുത്താൽ 8 തരും, 5 ഇട്ട് കൊടുത്താൽ 10 തരും. ഇങ്ങനെ എത്ര പോയി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ നീണ്ടു പോകും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, വ്യത്യസ്ത ഒന്നാമത്തെ സെറ്റിലെ എലമെന്റ് എടുക്കുമ്പോൾ അവർക്കൊക്കെ വ്യത്യസ്ത ഇമേജ് അല്ലേ ഉള്ളത്. നോക്കിയൊക്കെ, 1ന്റെ 2, 2ന്റെ 4, 3ന്റെ 6, 4ന്റെ 8, 5ന്റെ 10, ഇനി 11 ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 6 ഉണ്ടെങ്കിലോ അത് 12, അങ്ങനെ വ്യത്യസ്ത ഇമേജുകളല്ലേ ഉള്ളത്. അതുകൊണ്ടാണ് ഇത് 1, 1 ആയത്. ഓൺ ടു ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എല്ലാ വൈക്കും ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. 2ന് പ്രീ ഇമേജ് ഉണ്ട് 1, 4ന് പ്രീ ഇമേജ് 2, 6ന് പ്രീ ഇമേജ് 3, 8ന് പ്രീ ഇമേജ് 4, അങ്ങനെ പല ആളുകൾക്ക് പ്രീ ഇമേജ് ഉണ്ട്. എന്നാൽ ഇവിടെ ചില എലമെന്റ്സിനെ നിങ്ങൾ കണ്ടോ, 1, 3, അതുപോലെ തന്നെ 5, 7 പോലത്തെ 9 പോലത്തെ ഓഡ് നമ്പേഴ്സിനൊന്നും ശ്രദ്ധിച്ചു നോക്കിയേ, അവർക്ക് ഇപ്പുറത്ത് പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. അതായത് ഓഡ് നമ്പേഴ്സിനൊന്നും പ്രീ ഇമേജ് ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടോ? ഇല്ല. ആർക്കൊക്കെ ഇല്ല? ഓഡ് നമ്പേഴ്സിന് പ്രീ ഇമേജ് ഇല്ല, അതുകൊണ്ട് ഇത് ഓൺ ടു അല്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഒറ്റ എക്സാമ്പിൾ എടുത്തുള്ളൂ, 1 എന്ന് പറയുന്ന നമ്പർ എടുത്തുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്ന ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതി കൊടുക്കുകയാണ്. y ഈക്വൽ ടു 1 എടുത്ത് നാച്ചുറൽ നമ്പർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഇല്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഈ 1 എന്ന് പറയുന്ന എലമെന്റിന് എന്തില്ല? ഹാസ് നോ പ്രീ ഇമേജ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് ഇല്ല എന്നതാണ് അർത്ഥം. therefore എന്തെനിക്ക് പറയാം? f is not on to. അത് കാരണം f എന്തല്ല? ഓൺ ടു അല്ല. കാരണം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇവിടെ ഇട്ട് കൊടുത്ത നാച്ചുറൽ നമ്പർ കിട്ടേണ്ടത് ഒരു നാച്ചുറൽ നമ്പറാണ്, പക്ഷെ കിട്ടിയത് എന്താണ്? ഒരു റിയൽ നമ്പറാ കിട്ടിയത്, മനസ്സിലായല്ലോ. അങ്ങനെ വരരുത്, ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണം, മനസ്സിലായല്ലോ. ഒരു പോയിന്റ് സംഖ്യയാണ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അതിനർത്ഥം എന്താ? ഈ വൈക്ക് ഒരു എക്സ് ഇല്ല, അതായത് ഈ വൈക്ക് ഒരു പ്രീ ഇമേജ് ഇപ്പുറത്തില്ല. എല്ലാ വൈക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ടു ആവുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചിത്രം വരച്ച് എഴുതി കൊടുക്കാം, ഓഡ് നമ്പേഴ്സ് ഹാവ് നോ എന്താണ്? പ്രീ ഇമേജ്, therefore f is not on to എന്ന് എഴുതി കൊടുത്താലും മതി. ഈ ചിത്രം വരച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നാച്ചുറൽ നമ്പർ ആകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇത് വരച്ചു നോക്കിയിട്ട് തന്നെ ഉത്തരം എഴുതണം, മനസ്സിലായല്ലോ. ഇത് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് 1, 1 ഓൺ ടു കിട്ടില്ല, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, മനസ്സിലായല്ലോ. റിയൽ നമ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടും. ഈ പറഞ്ഞ ഐഡിയ എന്ത് ചെയ്യാൻ പറ്റും? റിയൽ നമ്പർ ഇട്ടുകൊടുത്താൽ റിയൽ നമ്പർ കിട്ടും എന്നുള്ളൊരു ചിന്ത നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ ആണല്ലോ.
വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. മനസ്സിലായല്ലോ, വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എപ്പോഴും എല്ലാം 1 നോട്ടോടുന്നില്ല, നിങ്ങളുടെ കൺസെപ്റ്റ് ആണ്. ഇത് ഇട്ട് കൊടുത്ത് ഇത് കിട്ടണം എന്നുള്ള സാധനം. നാച്ചുറൽ നമ്പർ ഇട്ടെടുത്ത് ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, എല്ലാ വൈക്കും ഒരു എക്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി പതുക്കെ പതുക്കെ ഓരോ ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ. എന്നിട്ട് ഉത്തരം കണ്ടെത്തുക. വേഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. മൂന്നാമത്തെ ക്വസ്റ്റ്യനും എല്ലാവർക്കും അത്യാവശ്യ രീതിയിൽ കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞാൽ ഇൻജക്റ്റിവിറ്റിയും സബ്ജക്റ്റിവിറ്റി ചെക്ക് ചെയ്യേണ്ടത് ഒന്ന് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ ഓർക്ക് റേഞ്ച്. ഇവിടെ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്, ഫംഗ്ഷൻ എക്സ് സ്ക്വയർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ഡൊമൈനും റേഞ്ചുമാണ്. എന്തിന്റെ ഈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ആവശ്യം ഉണ്ടാവും നമുക്ക് നോക്കി വെക്കാം. സിമ്പിൾ ആയിട്ട് നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ. 1 ചെക്ക് ചെയ്യാം, അഥവാ ഇൻജക്റ്റിവിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. എന്താ തെളിയിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇംപ്ലൈസ് എന്ത് തെളിയിക്കണം? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് തെളിയിച്ചാൽ പോലെ. നല്ലോണം ആലോചിച്ച് നോക്ക് കേട്ടോ. എഫ് ഓഫ് എക്സ് വൺ വരിക, അത് എക്സ് വൺ സ്ക്വയർ ഈക്വൽ ടു എക്സ് ടു സ്ക്വയർ. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? നമുക്ക് തെളിയിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു. നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കാട്ടി എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു തെളിയിക്കണം. എന്ത് ചെയ്യാം? സ്ക്വയർ കളയാൻ എന്ത് ചെയ്യും? സ്ക്വയർ റൂട്ട് എടുക്കും. മനസ്സിലായല്ലോ. സ്ക്വയർ കളയാൻ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ എന്തായിരിക്കും വരിക? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടും. എന്താ ചെയ്തത്? ഇവിടെ റൂട്ട് എടുത്തു. മനസ്സിലായല്ലോ. അത്രേ ഇതുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കും എന്താ, സ്ക്വയർ കളഞ്ഞു റൂട്ട് എടുത്തു, സാധനം എന്താ? therefore f is എന്താണ്? 1 1. എല്ലാവരും ഉത്തരം എഴുതി അടിപൊളിയായിട്ട് ഇരിക്കും. തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തെറ്റാണ്. കാരണം എത്രയേ ഉള്ളൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തരാം. നല്ലോണം ശ്രദ്ധിച്ചിരുന്നോ. ഇത് എവിടുന്ന് എവിടേക്കാ? ഇത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആവുമ്പോഴേ ഇത് തെറ്റുള്ളൂ. ഇൻറ്റിജർ ടു ഇൻറ്റിജർ ആവുമ്പോൾ, അഥവാ എഫ് ഫ്രം സെഡ് ടു സെഡ് ആവുമ്പോഴും ഇതേപോലെ തന്നെയാണ് 1 1. സെഡ് ടു സെഡ്, ഇൻറ്റിജർ ടു ഇൻറ്റിജർ ആവുമ്പോഴും ഇതേപോലെ തന്നെയാണ്. പക്ഷെ നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആവുമ്പോൾ നിങ്ങൾ റൂട്ട് എടുത്താൽ ഇത് ശരിയാണ്. അതിനൊക്കെ കാരണം എത്രയേ ഉള്ളൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ പെടും? പോസിറ്റീവ് സംഖ്യകൾ പെടും, സീറോ പെടും, നെഗറ്റീവ് സംഖ്യകൾ പെടും, അതുപോലെ തന്നെ പോയിന്റ് സംഖ്യകളും പെടും, ഈ ഫ്രാക്ഷണൽ സംഖ്യകളൊക്കെ പെടും. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒറ്റ ആളുകളിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളിലേക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ താൽക്കാലികം പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് സംഖ്യകൾ എടുക്കുകയാണ്. ഇവിടെ ആരാണ്? റിയൽ നമ്പർ ആണ്. ഇവിടെ ആരാ? റിയൽ നമ്പർ ആണ്. ഇവിടുന്ന് ഇവിടേക്കാണ് എഫ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഇവിടെ കുറച്ച് സംഖ്യകൾ എടുക്കാൻ താൽക്കാലികം. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, അല്ലെങ്കിൽ വേണം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇവിടെ 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്, അതുപോലെ -2 ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് ഫ്രാക്ഷനിൽ നിങ്ങൾ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഞാൻ കുറച്ച് സംഖ്യ എടുക്കുകയാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് ഇവിടെ 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, അതുപോലെ തന്നെ -1 0 ഉണ്ട്, അതുപോലെ തന്നെ -1 ഉണ്ട്, അതുപോലെ തന്നെ -2 ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രാക്ഷൻ ഒക്കെ എടുക്കാം. താല്പര്യം പെട്ടെന്ന് മനസ്സിലായി നമുക്ക് അറിയുന്നത് കുറച്ച് റിയൽ നമ്പർ എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഒന്ന് ആലോചിച്ചു നോക്കി. എഫിന്റെ പണി എന്താ? ഇവിടെ ആരിട്ട് കൊടുത്താലും അതിനെ സ്ക്വയർ ചെയ്യും. ഇവിടെ ഞാൻ 2 ഇട്ടെടുത്തു. 2ന്റെ സ്ക്വയർ ആരാ? 4. ഡൗട്ട് ഇല്ലല്ലോ. 1ന്റെ സ്ക്വയർ ആരാ? അത് 1. ഡൗട്ട് ഇല്ലല്ലോ. 0ന്റെ സ്ക്വയർ ആരാ? അത് 0. ഡൗട്ട് ഇല്ലല്ലോ. -1ന്റെ സ്ക്വയർ ആരാ? അത് 1. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. -2ന്റെ സ്ക്വയർ ആരാ? അത് 4. ഡൗട്ട് ഉണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ. അതായത് നിങ്ങൾ ഈ ഒരു കണ്ടീഷൻ പ്രകാരം എന്താ, x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ ആണെങ്കിൽ x1 ഈക്വൽ ടു x2 ആണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അത് തെറ്റാ. ശരിക്കും എന്താ വേണ്ടതെന്ന് അറിയോ? +or-x2 എന്നാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താ? 2 പേരുടെ ഇമേജ് സെയിം ആണെങ്കിൽ എലമെന്റ് സെയിം ആയിരിക്കണം എന്നല്ലേ? ഇവിടെ നോക്കിയേ, 2ന്റെയും -2ന്റെയും ഇമേജ് 4 തന്നെയാ. പക്ഷെ എലമെന്റ് വ്യത്യാസം. കാരണം 2 -2 വ്യത്യാസം ഇല്ലേ? അത് എലമെന്റ്സ് മാറുമ്പോ ഇമേജ് മാറുന്നല്ല അർത്ഥം. 2 -2 എടുത്തപ്പോൾ അവർക്ക് സെയിം ഇമേജ് എന്ന് പറയുമ്പോൾ 1 1 അല്ല. അത് ഇത് വരച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും. 1 1 അല്ല. കാരണം എന്താ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കുറെ റിയൽ നമ്പർ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു -1നെയും 1നെയും എടുക്കുകയാണ്. ഇവിടെ 1 മാത്രം. 1ന്റെ സ്ക്വയർ ആരാ? ഇവിടെ റിയൽ നമ്പർ ഫംഗ്ഷൻ ഒക്കെ സെയിമാ. 1ന്റെ സ്ക്വയർ അത് 1 ആ, -1ന്റെ സ്ക്വയർ അത് 1 ആ എന്ന് പറയുമ്പോൾ 2 വ്യത്യസ്ത എലമെന്റുകളല്ലേ ഇവർ രണ്ടുപേരും, എന്നിട്ടും അവർക്ക് ഒരേ ഇമേജ്. അതുകൊണ്ട് ഇത് മെനി വൺ ഫംഗ്ഷൻ ആണ്. തെറ്റിക്കരുത്. കാരണം മനസ്സിലായല്ലോ, ഇവിടെ റിയൽ നമ്പർ സെറ്റിൽ നെഗറ്റീവ് സംഖ്യകളും കൂടി ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ എപ്പോ സ്ക്വയർ ഒഴിവാക്കിയാലും x സ്ക്വയർ ഈക്വൽ ടു ഒരു a എന്ന് വിളിച്ചാൽ x ഈക്വൽ ടു എപ്പോൾ നമ്മൾ എന്താ പറയാ? +or-a എന്നാ. ഡൗട്ട് ഇല്ലല്ലോ. അതേപോലെ തന്നെയാണിത്. റിയൽ നമ്പർ എടുക്കുമ്പോൾ പോസിറ്റീവിനും നെഗറ്റീവിനും ഒരേ സംഖ്യകൾക്കുള്ള പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾക്ക് എപ്പോഴും സ്ക്വയർ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും. അതായത് അവരൊക്കെ ഒരേ സംഖ്യയിലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് മെനി വൺ ഫംഗ്ഷനാണ്. ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തെറ്റിക്കരുത്. ഏത് കേസിലാണ് നിങ്ങൾ തെറ്റിക്കരുത് എന്ന് പറഞ്ഞത്?
ഈ റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആകുമ്പോഴോ അഥവാ ഇൻറ്റീജർ ടു ഇൻറ്റീജർ ആകുമ്പോഴോ നാച്ചുറൽ നമ്പർ ഇത് ശരിയാവും. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം, നമുക്ക് എന്തായാലും ഇത് ചർച്ച ചെയ്യാം. ഇതെങ്ങനെ തെളിയിക്കാന്നുള്ളത് സിമ്പിൾ ആണ്. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ x1² ഉണ്ടല്ലോ, അതിന് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പൊ -x2² ആവുമല്ലോ, ഈക്വൽ ടു 0 എന്ന് കിട്ടുമല്ലോ. എന്ന് പറയുമ്പോൾ a² - b² എന്താ ഐഡന്റിറ്റി എന്താ? a + b × a - b എന്ന് പറയുമ്പോൾ x1 + x2 × x1 - x2 = 0. രണ്ടുപേരുടെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരാൾ 0 ആവണം, അതാ കണ്ടീഷൻ. ദാറ്റ് ഈസ് അപ്പൊ ഒന്നെങ്കിൽ ഈ x1 + x2 = 0 ആവാം, ഓർ അല്ലെങ്കിലോ ആ x1 - x2 = 0 ആവാം. ഇതിൽ രണ്ടിൽ ആരെങ്കിലും ഒരാൾ 0 ആവാം. എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് x1 = -x2 ആവാം. ഇനി ഓർ മറ്റൊരു കേസ് എന്താ, x1 = x2 ആവാം. മനസ്സിലായല്ലോ? അതായത് നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? f(x1) ഉം f(x2) ഈക്വൽ ആക്കിയാൽ x1 = x2 എന്ന് മാത്രമേ തെളിയിക്കേണ്ടത്. പക്ഷെ ഇവിടെ കൂടെ ആരും വന്നിട്ടുണ്ട്, x1 = -x2 എന്ന് വന്നിട്ടുണ്ട്. ഈ ഒരൊറ്റ കണ്ടീഷൻ കിട്ടുന്ന സ്ഥാനത്ത് രണ്ട് കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. therefore നമുക്ക് എന്ത് പറയാം, ആ x1 = +or-x2 എന്ന് പറയാം. ഓക്കെ, +x2 ആവാം അല്ലെങ്കിൽ -x2 ആവാം. അതുകൊണ്ട് തന്നെ therefore f is എന്താണ്, not 1 1. അതുകൊണ്ട് f എന്തല്ല, 1 1 അല്ല. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കണം, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, കൺഫ്യൂഷനാ ഇല്ലല്ലോ. ഇനി നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഓൺ ടു അല്ലേ തെളിയിക്കേണ്ടത്. തൽക്കാലം ഞാൻ ഇവിടെ എഴുതാണ്, നല്ലോണം ശ്രദ്ധിച്ചോ. ഓൺ ടു ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇതെന്താ ചെയ്യാം, കുഴപ്പമില്ലല്ലോ. ഓൺ ടു നിങ്ങൾക്ക് ഇത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ രൂപത്തിൽ ചെയ്യാം. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന രീതി എന്താണ്, നമുക്കറിയാം f ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ ആണ്, സച്ച് ദാറ്റ് f(x) = ആരാണ്, x² ആണ്, y = x² ആണ്, y = ആരാണ്, x² ആണ്. എനിക്ക് x നെ കുറിച്ച് അറിയേണ്ടത്, സ്ക്വയർ പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് എടുക്കണം. അപ്പൊ √y = x എന്ന് കിട്ടും. ദാറ്റ് ഈസ് x = ആരാണ്, √y. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഏത് y ഞാൻ ഇവിടെ ഇട്ട് കൊടുത്താലും, y ആരാ, റിയൽ നമ്പർ. രണ്ടാമത്തെ സെറ്റ് ഇവിടെ റിയൽ നമ്പർ ആണ്. അപ്പൊ ഏത് റിയൽ നമ്പർ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്താലും എനിക്ക് ഇവിടെ ആരെ കിട്ടണം, ഒരു റിയൽ നമ്പറിനെ കിട്ടണം. കാരണം x റിയൽ നമ്പറാ. നിങ്ങൾക്കറിയാം, ഞാൻ ഏത് റിയൽ നമ്പർ ഇട്ട് കൊടുത്താലും അതിന് റൂട്ട് ഉണ്ടായിരിക്കുമല്ലോ, അതിന് സ്ക്വയർ റൂട്ടിന്റെ ഒരു ഉത്തരം ഉണ്ടായിരിക്കുമല്ലോ. അതൊരു സംഖ്യ ആയിരിക്കില്ലേ, ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഉറപ്പായിട്ട് സംഖ്യ ആയിരിക്കും. അതൊരു പോസിറ്റീവ് ആയിരിക്കും, ഡൗട്ട് ഒന്നുമില്ലല്ലോ. കാരണം റൂട്ടിനകത്ത് കിട്ടുന്ന വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് പറയാം, ആ √y എന്ന് കിട്ടുന്ന വാല്യൂ എന്തായാലും സംഖ്യ ആയിരിക്കും. അത് പോസിറ്റീവ്, അതെന്ത് വിട്ടാക്കി ഒരു സംഖ്യ ആണല്ലോ, എന്ന് പറയുമ്പോൾ അത് റിയൽ നമ്പർ ആണല്ലോ. അപ്പൊ ഏത് y ഞാൻ അവിടെ ഇട്ട് കൊടുത്താലും എനിക്ക് ഇപ്പുറത്ത് റിയൽ നമ്പർ കിട്ടുന്നുണ്ട്. എന്ന് പറയുമ്പോൾ എല്ലാ വൈക്കും ഒരു x ഉണ്ട്. അപ്പൊ ഫോർ എവരി എനിക്ക് എന്ത് പറയാം, ഫോർ എവരി ഒരു കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ നിങ്ങൾ വീണ്ടും തെറ്റരുത്. ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് തെറ്റ് പഠിപ്പിച്ചിരുന്ന അതാണ്. ഞാൻ ഇങ്ങനെ പോയി ഞാൻ നിങ്ങൾക്ക് തെറ്റ് പറഞ്ഞാലും നിങ്ങൾക്ക് തന്നെ ഞാൻ ശരിയാക്കി തരും. കാരണം അത്രേ ഉള്ളൂ. ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് സ്ക്വയർ റൂട്ട് ഇട്ടത് x1 = x2. അതേപോലെ തന്നെയാണ് ഇതും. നിങ്ങൾ വിചാരിക്കും എല്ലാ റിയൽ നമ്പർ ഇട്ടും റിയൽ നമ്പർ ഇട്ടും. റിയൽ നമ്പറിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് ഒരു പ്രശ്നമാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, y = -1 ഇട്ട് കൊടുക്കുക. y = -1 ഇട്ട് കൊടുക്കുക. ഇംപ്ലൈസ് എനിക്ക് x ആരെ കിട്ടും, ഒരു √-1 എന്ന് കിട്ടൂലേ, ഡൗട്ട് ഇല്ലല്ലോ. √-1 ഇമാജിനറി, അത് എവിടെ ഇല്ല, റിയൽ നമ്പറിലില്ല. എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ, അത് റിയൽ നമ്പറിലില്ല. ഇത് റിയൽ നമ്പറിൽ ഒരു അംഗമാണ്, പക്ഷെ ഇത് റിയൽ നമ്പറിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന y = -1 എന്തില്ല, y = -1 ഇവിടെ ഒരു ഇമേജ് ഇല്ല. ഈ y എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്തെ ഒരു x ഇല്ല. therefore എന്ത് എഴുതാം, -1 has no pre-image. മനസ്സിലായല്ലോ? therefore f is not on to. ഇതെന്തല്ല, on to അല്ല, ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഏത് നെഗറ്റീവ് നമ്പർ എടുത്താലും അതിനൊന്നും പ്രീ ഇമേജ് ഉണ്ടാവില്ല. നമ്മളിവിടെ വരച്ചു നോക്കിയാൽ -1ലേക്ക് ആരുന്നെങ്കിലും വര വരുന്നുണ്ടോ, ഇല്ല. -2ലേക്ക് ആരുന്നെങ്കിലും വരുന്നുണ്ടോ. നെഗറ്റീവിനൊന്നും ഇപ്പുറത്ത് ഉണ്ടായിരിക്കില്ല, ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കില്ല. നമ്മൾ സിമ്പിൾ ആയിട്ട് ഒറ്റ എക്സാമ്പിൾ കാണിച്ചു കൊടുത്താൽ മതി. അല്ലാതെ ഇത് തെളിയിക്കാൻ മറ്റൊരു സിമ്പിൾ വേയും കൂടി ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്. ഇതിന്റെ കോഡൊമൈൻ എന്താ, ഈ സെറ്റിന്റെ ഈ ഒരു ഫംഗ്ഷന്റെ കോഡൊമൈൻ എന്താ, രണ്ടാമത്തെ സെറ്റ് ആണ്, അത് റിയൽ നമ്പർ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഓൾറെഡി ഈ റിയൽ നമ്പർ ടു റിയൽ നമ്പർ എന്ന് ഡിഫൈൻ ചെയ്ത് f(x) = x² എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫംഗ്ഷന്റെ റേഞ്ച് പഠിച്ചിട്ടുണ്ട്. അത് 0 to ∞ എന്ന് പറയുമ്പോൾ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. മനസ്സിലായല്ലോ? റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. അത് കാരണം കൊണ്ട് എന്താണ്, f is not on to എന്ന് എഴുതി കൊടുത്താലും മതി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ഓക്കെ ആണേ, നമുക്ക് അടുത്താണ് തെളിയിച്ചാലോ, കുഴപ്പമില്ലല്ലോ.
അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇത് മനസ്സിലാക്കാൻ മറ്റൊരു സിമ്പിൾ മെത്തേഡ് കൂടെ ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. നിങ്ങൾക്കറിയാം ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയാണ്, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന f(x)=x² ഗ്രാഫ് ഇങ്ങനെയാണ്. ഇത് 1 1 ആണോ? എങ്ങനെ നോക്കാം? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് വരച്ച് നോക്കാം. ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഞാൻ വരക്കുന്നു, 2 പോയിന്റിൽ മുട്ടുന്നു. അത് കാരണം കൊണ്ട് എന്തല്ല, ഇത് 1 1 അല്ല. ഇതിന്റെ കോഡൊമൈൻ റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ y ആക്സിലെ മൊത്തം വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? കോഡൊമൈനിൽ ഉണ്ടായിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് ഗ്രാഫ് കാണുന്ന y ആക്സിലെ വാല്യൂസ്. ഗ്രാഫ് ഇവിടെ മുതൽ തുടങ്ങുന്നുള്ളൂ. അപ്പൊ ഇവിടെ മുതൽ ഇങ്ങനെ നമ്മൾ ഇവിടേക്ക് സഞ്ചരിക്കും തോറും ഗ്രാഫ് ഏതെങ്കിലും ഒരു സൈഡിൽ കാണാൻ പറ്റും. എന്ന് പറയുമ്പോൾ കോഡൊമൈൻ മൊത്തം ഉണ്ടാവും, പക്ഷെ റേഞ്ച് എവിടെ വരുന്നുള്ളൂ? ഗ്രാഫ് എവിടുന്നേ കാണുന്നുള്ളൂ? 0 മുതൽ അങ്ങോട്ടേക്ക് കാണുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 0 to infinity ഉള്ളൂ. അത് കാരണം കൊണ്ട് എന്താണ്, ആ റേഞ്ചും കോഡൊമൈനും വേറെ വേറെയാണ്. അതുകൊണ്ട് എന്തല്ല, ഓൺ ടു അല്ല. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം, 1 1 അല്ല, ഓൺ ടു അല്ല. മനസ്സിലായല്ലോ? നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. മനസ്സിലായല്ലോ? ഞാൻ ഇതൊന്ന് മായിച്ചിട്ട് നിങ്ങൾക്ക് അതും കൂടി ചെയ്തുതരാം. ഓക്കെ ആണല്ലോ? ഇതാണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ. f from n to n such that f(x)=x². നേരത്തെ ഫംഗ്ഷന്റെ പ്രത്യേകത ആയിരുന്നു രണ്ടും അല്ല, 1 1 അല്ല, ഓൺ ടു അല്ല. മനസ്സിലായല്ലോ? അപ്പം ഇത് നേരത്തെ നമുക്ക് ഗ്രാഫ് വരച്ചെങ്കിലും ചെയ്യായിരുന്നു. ഇതിന് ഗ്രാഫ് വരക്കാൻ പറ്റില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടൊന്നും പഠിച്ചില്ല. കാരണം നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പറാണ്. നമുക്ക് ഇങ്ങനെ എഴുതി ചെയ്യാൻ നോക്കാം. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ജസ്റ്റ് 1 1 ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? 1 1 ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് f(x1) = f(x2) എടുക്കാം. ഇംപ്ലൈസ് എന്തായിരിക്കും വരിക? x1² = x2² എന്ന് എടുക്കാം. നിങ്ങൾ ധൈര്യമായിട്ട് നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണോ റൂട്ട് എടുത്തോ, എന്നിട്ട് x1 = x2 എന്ന് എഴുതിക്കോ. അതിന് കാരണം എത്രയേ ഉള്ളൂ. നേരത്തെ എന്തുകൊണ്ടാണ് ഇത് 1 1 അല്ലാത്തത്? കാരണം നെഗറ്റീവ് സംഖ്യകളും കൂടി അവിടെ വരുന്നോണ്ടല്ലേ. പോസിറ്റീവിന്റെ സ്ക്വയർ എടുത്താലും നെഗറ്റീവിന്റെ സ്ക്വയർ എടുത്താലും ഒരൊറ്റ സംഖ്യ ആവുന്നോണ്ടല്ലേ അങ്ങനെ ഉണ്ടായത്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതെങ്കിലും നെഗറ്റീവ് സംഖ്യ നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ വരുന്നുണ്ടോ? നാച്ചുറൽ നമ്പർ ആരേ ഉള്ളൂ? 1 2 അങ്ങോട്ടേക്കുള്ളൂ, 1 2 3 4 അങ്ങോട്ടേക്കേ ഉള്ളൂ. എന്ന് പറയുമ്പോൾ വ്യത്യസ്ത എലമെന്റുകൾക്ക് വ്യത്യസ്ത സ്ക്വയർ തന്നെ കിട്ടുള്ളൂ. കാരണം ഇവിടെ നെഗറ്റീവ് സംഖ്യകൾ വരുന്നില്ല. ഇപ്പൊ 1ന്റെ സ്ക്വയർ 1 ആണ്, വേറെ ആരുടെ സ്ക്വയർ ഒന്നു വെച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം, -1ന്റെ സ്ക്വയർ മാത്രമേ പിന്നെ ഒന്നാവുള്ളൂ. വേറെ ഏത് സംഖ്യയുടെ സ്ക്വയർ പിന്നെ ഒന്നാവില്ല. ഇയാളുടെ നെഗറ്റീവിന്റെ സ്ക്വയർ മാത്രം എന്ത് ചെയ്യാവുള്ളൂ? ഈ ഒരു സെയിം ഉത്തരം കിട്ടുള്ളൂ. 2ന്റെ സ്ക്വയർ 4, വേറെ ആരുടെ സ്ക്വയർ 4 വെച്ചാൽ നിങ്ങൾക്ക് ഇയാളുടെ നെഗറ്റീവ് എടുക്കാം. -2ന്റെ സ്ക്വയർ 4 ആവുമെന്ന് പറയാം. പക്ഷെ ഈ സെറ്റില് ഈ നാച്ചുറൽ നമ്പറിന്റെ സെറ്റിൽ ഒരിക്കലും ആരില്ല, നെഗറ്റീവ് സംഖ്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ മേലെ കാണുന്ന ഒരൊറ്റ ആൾക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വരച്ച് കാണിച്ചിട്ട്. അപ്പൊ ഒന്നുകൂടെ ആയിട്ട് ഞാൻ 2 സെറ്റ് വരക്കുകയാണ്. നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. ഇവിടുന്ന് ഇവിടേക്കാണ് f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. 1 2 3 4 5 എടുത്തിട്ടുണ്ട്. താൽക്കാലികം ഇങ്ങനെ പോകുന്ന സെറ്റാണ്. ഇവിടെ ആണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ പോകുന്ന ഒരു സെറ്റാ. മനസ്സിലായല്ലോ? രണ്ടും കുറെ എഴുതുന്നതിൽ കുറച്ച് കാണിച്ചാൽ സിമ്പിൾ ആയിട്ട്. 1 എന്ത് ചെയ്യും? സ്ക്വയർ ചെയ്യും. 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്. തെറ്റി വരയ്ക്കരുത്. 4ന്റെ സ്ക്വയർ ഇങ്ങനെ താഴേക്കാവും. അതായത് നിങ്ങൾ നോക്കി നോക്കിയേ, ഇനി ഇങ്ങനെ താഴേക്ക് ആയിരിക്കുമ്പോൾ ഇനി ഇങ്ങനെ താഴേക്ക് ആയിരിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, വ്യത്യസ്ത എലമെന്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് അല്ലേ ഉണ്ടാവുള്ളൂ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നോക്കി, വേറെ ഇമേജ് അല്ലേ. നെഗറ്റീവ് എടുക്കാണ്ടോ? ഇല്ല. 0 എടുക്കാൻ പറ്റൂല്ല, കാരണം നാച്ചുറൽ നമ്പർ അവരൊന്നുമില്ല. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ വ്യത്യസ്ത എലമെന്റുകൾ എടുത്താൽ അവിടെ വ്യത്യസ്ത ആൾക്കാർക്ക് എന്ത് വ്യത്യസ്ത ഇമേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പറയാം, ഇവിടെ 2നും 3നും 5നും 6നും 7നും 8നും ഒന്നും എന്തില്ല, ഇപ്പുറത്ത് പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇത്രയും ഈ വൈകൾക്കൊന്നും പ്രീ ഇമേജ് ഇല്ല. അത് ഓൺ ടു അല്ല. പക്ഷെ ഇത് 1 1 1 1 ആയതിന് കാരണം മനസ്സിലായല്ലോ. നാച്ചുറൽ നമ്പർ ആകുമ്പോൾ പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. റിയൽ നമ്പർ ആകുമ്പോൾ നെഗറ്റീവ് കൂടി വരും. അപ്പൊ എന്തായിരിക്കും വരിക? 1ന്റെ സ്ക്വയർ 1 -1ന്റെ സ്ക്വയർ 1 എന്ന് പറയുമ്പോൾ അത് എന്താ ഈ മിനി 1 ആയി. രണ്ടുപേരും ഡിഫറെന്റ് ആ. 1 -1 ഡിഫറെന്റ്, പക്ഷെ അവർക്കൊക്കെ ഒരേ സ്ക്വയർ അഥവാ ഒരേ ഉത്തരം, ഒരേ ഇമേജ്. മനസ്സിലായല്ലോ? പക്ഷെ ഇവിടെ അങ്ങനെ വരില്ല. ഇവിടെ ഒക്കെ 1 2 3 എന്ന് പറഞ്ഞ വ്യത്യസ്ത എലമെന്റുകളാണ്. പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25 അങ്ങനെ വേറെ പോകുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇത് 1 1 ഒറ്റയ്ക്ക് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ റൂട്ടൊക്കെ എടുത്ത് ചെയ്യാം. പക്ഷെ ഞാൻ നേരത്തെ എങ്ങനെ ചെയ്യിപ്പിച്ചത്? അവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ചെയ്യിപ്പിക്കാം. അപ്പൊ എന്തായിരിക്കും വരിക? x1² - x2² = 0 എന്നല്ലേ വരിക. എന്ന് പറയുമ്പോൾ x1 + x2 × x1 - x2 = 0 എന്നല്ലേ വരിക. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. എന്ന് പറയുമ്പോൾ രണ്ടാൾക്കാരുടെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? x1 + x2 0 ആവണം, അല്ലെങ്കിലോ x1 - x2 0 ആവണം. നമുക്കറിയാം, ഏതെങ്കിലും 2 നാച്ചുറൽ നമ്പർ കൂട്ടിയാൽ 0 ആവോ? ഒരിക്കലില്ല. കാരണം നാച്ചുറൽ നമ്പർ 0 പോലും വരുന്നില്ല. അപ്പൊ 0 + 0 0 എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ 0 പോലും വരുന്നില്ല. ഏതെങ്കിലും 2 നാച്ചുറൽ നമ്പർ 1 കൂട്ടിയാൽ 0 ആവും, 1 2 കൂട്ടിയാൽ 0 ആവും. അങ്ങനെ ഏത് നാച്ചുറൽ നമ്പർ കൂട്ടിയാൽ
എന്തായാലും ഒരിക്കലും പൂജ്യമാവില്ല, കാരണം അത് പോസിറ്റീവാണ്, അതിൽ സീറോയും പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാം, ഉറപ്പിച്ചെന്ന് പറയാം, ഒരിക്കലും x1 + x2 ഒരിക്കലും സീറോ ആവില്ല. ദാറ്റ് ഈസ് അപ്പൊ ആരെ സീറോ ആവുകയാണെങ്കിൽ x1 - x2 സീറോ ആവുള്ളൂ, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, x1 - x2 സീറോ ആവുന്നുണ്ടെങ്കിൽ x1 = -x2 അപ്പുറത്തേക്ക് ചാടിയാൽ +x2. അതായത് നമ്മളിപ്പോ എങ്ങോട്ടേക്ക് തെളിയിച്ചെത്തിയത്, f(x1) = f(x2) നമ്മൾ എവിടേക്ക് എത്തി, x1 = x2 എത്തി, ഡൗട്ട് ഇല്ലല്ലോ. നേരത്തെ നമുക്ക് ഒരു കണ്ടീഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഇതും കൂടി എക്സ്ട്രാ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ പോസിബിലിറ്റി നമുക്ക് പാടെ തള്ളിക്കളയാം. കാരണം എന്താ, ഒരിക്കലും രണ്ട് നാച്ചുറൽ നമ്പർ കൂട്ടിയാൽ 0 കിട്ടൂല, ഡൗട്ട് ഇല്ലല്ലോ. അതുകൊണ്ട് ഒറ്റ കണ്ടീഷനെ ബാക്കിയുള്ളൂ, അത് ഇതായിരുന്നു. അതിന് നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി, therefore f is എന്താണ് 1 ഇത് 1 ആണ് നമ്മൾ തെളിയിച്ചല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. എന്താ തെളിയിക്കേണ്ടത്, ഓൺ ടു അല്ല, നമുക്ക് ഓൾറെഡി ഇത് വരച്ചു നോക്കിയപ്പോൾ കിട്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞു നാച്ചുറൽ നമ്പർ ഒന്ന് വരച്ചു നോക്കുക, മനസ്സിലായല്ലോ. അപ്പൊ ഉത്തരം കിട്ടും. ഇനി ഓൺ ടു തെളിയിച്ചു നോക്കാം. നമുക്ക് എല്ലാം തെളിയിക്കേണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ, സിമ്പിൾ ആണ്, നമുക്ക് ആലോചിച്ച് നോക്കാം. നല്ലോണം ശ്രദ്ധിച്ചോ, ഇത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എഫ് ഫ്രം എവിടെ എവിടേക്കാ, നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ ആണ്. സച്ച് ദാറ്റ് f(x) = x², y = x², x =√y. ഡൗട്ട് ഇല്ലല്ലോ. ഇവിടെ നിങ്ങൾക്ക് എന്താ ഡൗട്ട്, ഏത് നാച്ചുറൽ നമ്പർ ഇവിടെ ഇട്ട് കൊടുത്താലോ എനിക്ക് ഇവിടെ ആരെ കിട്ടണം, ഒരു നാച്ചുറൽ നമ്പറിനല്ലേ കിട്ടേണ്ടത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ചു, ഇത് തന്നെ എടുത്തോ. ഞാൻ y = 2 ഇട്ട് കൊടുക്കുകയാണ്. ഇഫ് ഞാൻ എന്ത് ചെയ്യാണ്, y-നെ ഒരു 2 ആക്കി ഇട്ട് കൊടുക്കുക, ഡൗട്ട് ഇല്ലല്ലോ. ഇംപ്ലൈസ് എനിക്ക് x = ആരെ കിട്ടും, √2 കിട്ടും. √2 വാല്യൂ 1.41 സംതിങ്, മനസ്സിലായല്ലോ. എന്ന് പറയുമ്പോൾ അതൊരു നാച്ചുറൽ നമ്പർ അല്ല, പോയിന്റ് സംഖ്യകൾ നാച്ചുറൽ നമ്പറിൽ പെടുന്നില്ല. അപ്പൊ എനിക്ക് എന്താ ഒരു കാര്യം മനസ്സിലായ കാര്യം എന്താ, 2 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ഞാൻ എടുത്തപ്പം ഇംപ്ലൈസ് എനിക്ക് x കിട്ടിയത് √2 ആണ്. അഥവാ ഈ y = കൊടുത്തപ്പോ എനിക്ക് കിട്ടിയ x എന്താ, √2 ആണ്. അത് എവിടെ ഇല്ല, നാച്ചുറൽ നമ്പറിൽ ഇല്ല. എന്ന് പറയുമ്പോൾ 2 ഹാസ് നോ പ്രീമേജ്, 2-ന് എന്തില്ല, ഒരു പ്രീമേജ് ഇല്ല. ഡൗട്ട് ഉണ്ടോ, 2-ന് എന്തില്ല, ഒരു പ്രീമേജ് ഇല്ല. therefore f is not on 2. മനസ്സിലായല്ലോ, f എന്തല്ല, on 2 അല്ല, ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വെച്ച് പറയാം, 5 വെച്ച് പറയാം, 6 വെച്ച് പറയാം, 7 വെച്ച് പറയാം, 8 വെച്ച് പറയാം, ആരെങ്കിലും വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ട് ഒറ്റ എക്സാമ്പിളെ കാണിച്ചിട്ടുള്ളൂ, മനസ്സിലായല്ലോ. എന്താ ഉദ്ദേശിച്ചത്, 2 എന്ന് പറയുന്ന ഒരാൾ ഇപ്പുറത്ത് എടുക്കുകയാണ്, നമ്മൾ അതിന് ഇപ്പുറത്ത് വരക്കാൻ വേണ്ടിയിട്ട് ആവില്ല, ഇപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു x ഇല്ല, കാരണം അതിന്റെ x ആരാ, അതിന്റെ x √2 1.41 അത് ഈ നാച്ചുറൽ നമ്പർ ആണ്, സെറ്റിൽ ഇല്ല. അതാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ. 2ക്ക് ഇപ്പുറത്ത് ഒരു പ്രീമേജ് ഇല്ല, സിമ്പിൾ ആണല്ലോ. അപ്പോൾ മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം രീതിയിൽ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോയുടെ എൻ്റെ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.